വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിനോടുള്ള പ്രാർത്ഥന അവിഭാജ്യ ഘടകമാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുമ്പോഴുള്ള അദബുകൾ, അതിന്റെ മര്യാദകൾ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തെ അദബ് നമ്മൾ പറഞ്ഞു, ദിവസങ്ങൾ അഥവാ നല്ല നല്ല സമയങ്ങളെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. മാസങ്ങളെ ശ്രദ്ധിക്കണം. റമദാൻ മാസം ശ്രദ്ധിക്കേണ്ട മാസമാണ്. അതുപോലെ അറഫയുടെ ദിനം ശ്രദ്ധിക്കേണ്ടതാകുന്ന ദിനമാണ്. നല്ല നല്ല രാവുകളുണ്ട്. വെള്ളിയാഴ്ച രാവ്, അങ്ങനെയുള്ളതാകുന്ന പവിത്രമാക്കപ്പെട്ട രാവുകളെ പ്രത്യേകമായി ഗൗനിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. രാത്രിയുടേതാകുന്ന തുടക്ക സമയം, രാത്രിയുടെ അർദ്ധ സമയം അഥവാ അർദ്ധരാത്രി സമയം, രാത്രി ഒരു 1:30-2 മണിക്കുള്ള സമയം, ഈ സമയത്തൊക്കെ ദുആഇന് ഇജാബത്താണ്. ചോദിച്ചാൽ ഉത്തരം ലഭിക്കും. ഹദീസുണ്ട്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്തതാണ്. 10 മര്യാദകളാണ് ബഹുമാനപ്പെട്ടതാകുന്ന മർഹൂം ശൈഖുനാ തഅവ ഉസ്താദ് മവാഹിബുൽ ജലീൽ എടുത്തുദ്ധരിക്കുന്നത്. അതിലൊന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു, സമയങ്ങളെ ക്രമീകരിക്കുക, അതിനെ ശ്രദ്ധിക്കുക എന്ന്. രണ്ടാമത്തത്, ചില സന്ദർഭങ്ങളെ പ്രത്യേകമായി ഗൗനിക്കേണ്ടതുണ്ട്. ഉദാഹരണം, നല്ല മഴ പെയ്യുന്ന സന്ദർഭം. ശക്തമായ മഴ പെയ്യുന്ന സന്ദർഭത്തിൽ ദുആ ചെയ്താൽ ഇജാബത്താണ്. ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും മഴയുണ്ടാകും. ആ മഴയുടെ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ നല്ലതുപോലെ പ്രാർത്ഥിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുആ ചെയ്യണം, ഉത്തരം ലഭിക്കുന്നതാണ്. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ളതാകുന്ന മാർഗമാണിത് പറഞ്ഞത്. നിങ്ങളൊക്കെ ഇപ്പോൾ മജ്‌ലിസിൽ ഒരുമിക്കുന്നത് ആയിരങ്ങൾ ഒരുമിക്കുന്ന വേദിയായതുകൊണ്ടും എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നുള്ള നിശ്ചയദാർഢ്യമുള്ളത് കൊണ്ടുമാണ് നിങ്ങൾ ഈ റുഹേ ബയാൻ മജ്‌ലിസിൽ ഈ സമയത്ത് നിങ്ങൾ ഒരുമിച്ച് കൂടാനുള്ള കാരണം അത് തന്നെയാണ്. എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴും നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടാൻ, ഉത്തരം ലഭിക്കാൻ നിദാനമാകുന്ന ചില കാരണങ്ങൾ പറയുന്നു. അതിന് ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ടതാണ് ചില സന്ദർഭങ്ങളെ പ്രത്യേകമായി ഗൗനിക്കണം. നല്ല മഴ വരുന്ന സന്ദർഭത്തിൽ ദുആഇന് ഇജാബത്താണ്. ആ സമയത്ത് പുതച്ചുമൂടി കിടന്ന് ഉറങ്ങല്ല, 2 റക്അത്ത് നിസ്കരിച്ചിട്ട് റബ്ബിനോട് ശരിക്കും ദുആ ചെയ്യണം. ഉറപ്പായിട്ടും അല്ലാഹു ഉത്തരം നൽകും. കോഴി കൂവുന്ന സമയം, പൂവൻ കോഴിയുടെ കൂവുന്ന സമയം ദുആഇന് ഇജാബത്താണ്. ഹദീസ് ഓതി മുമ്പ് പറഞ്ഞിട്ടുള്ളതുമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. രണ്ടാമതായ സന്ദർഭം നീ നോക്കണം, മഴ പെയ്തിരിക്കും സമയമിൽ ചോദിക്കണം. ബാങ്കും ഇഖാമത്തിന്റെ ഇടയ്ക്കും നല്ലതാ, നിസ്കാര ശേഷം ഏറ്റവും ബലമുള്ളതാ. മഴ പെയ്യുന്ന സന്ദർഭം, അതുപോലെ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയ്ക്കുള്ള സമയം. കുറഞ്ഞ നേരം കിട്ടും. പള്ളിയിൽ പോകുന്ന ജമാഅത്തൊക്കെ ശീലിക്കുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകമായി ആ സമയം ശ്രദ്ധിക്കാൻ സാധിക്കുന്നതാണ്. ബാങ്ക് വിളിച്ചു, ഇഖാമത്ത് കൊടുക്കുന്നതിനിടയിലുള്ള സമയം. സ്ത്രീകൾക്കാണെങ്കിലും സാധിക്കും. പള്ളിയിൽ ബാങ്ക് വിളിച്ചു, നിങ്ങൾ ഇനി നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയമുണ്ട്. അതിനിടയിലുള്ള സന്ദർഭം ഒരുപാട് വൈകിയല്ല, അതിന്റെ ആദ്യ വഖത്തിൽ തന്നെ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഇജാബത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ സമയത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ബാങ്ക് വിളിച്ച ഉടനെ തന്നെ ദുആ ചെയ്തതിനു ശേഷം സുന്നത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അതിനുശേഷമുള്ള ദുആ, റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചതിനു ശേഷമുള്ള ദുആ അല്ലാഹു കബൂലാക്കും. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ളതാകുന്ന പ്രാർത്ഥന ഇജാബത്താണ്. അതുകൊണ്ടാണ് ബാങ്ക് കഴിഞ്ഞാൽ ഉടനെയുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ, ആ പ്രാർത്ഥനയോടുകൂടി ചേർത്ത് ചെറിയ ദുആ ചെയ്യണമെന്ന് പറയാറുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അവസാനം വരെ പൂർത്തീകരിച്ചതിനു ശേഷം റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അങ്ങനെ ദുആ ചെയ്യണം. അപ്പോൾ ദുനിയാവുമായി ആഖിറവുമായി അങ്ങനെ ഉൾപ്പെടുത്തി നമ്മൾ ദുആ ചെയ്തു നോക്കണം. നാളെ മുതൽ അങ്ങനെ ശ്രദ്ധിച്ചോ. സുബഹിയുടെ ബാങ്ക് മുതൽ അങ്ങനെ ശ്രദ്ധിച്ചു പോരട്ടെ. ഇത് ബാങ്ക് കേട്ട സമയവും സന്ദർഭവും നമ്മൾ വിട്ടുപോയി. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
ബാങ്ക് വിളിക്കുമ്പോൾ വർത്തമാനം പറയാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, ഈമാൻ തെറ്റിപ്പോകും. അവസാനം മരണാസന്ന വേളയിൽ വല്ലാതെ വിഷമിക്കും, സക്രാത്തിന്റെ ഹാരിൽ വല്ലാതെ പ്രയാസപ്പെടുന്നതായിട്ട് കാണും ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിച്ചാൽ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്താൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മൻ തകല്ലമ ബൈനൽ അദാനി യതലജ്ലജു ലിസാനുഹു ഇൻദൽ മൗത്ത്, മരിക്കുന്ന സന്ദർഭത്തിൽ വല്ലാതെ വിഷമിക്കും. അപ്പൊ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള സന്ദർഭം ഇജാബത്താണ്. നിസ്കാരശേഷം ഏറ്റവും ഫലമുള്ളതാ. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ദുആ ചെയ്യാം. ഫർളായ നമസ്കാരം കഴിഞ്ഞാൽ ഉടനെ ദുആ ചെയ്യാം. വലിയ ഇജാബത്താണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അയ്യു ദുആഇ അഫ്ളലു യാ റസൂലല്ലാഹ്, അയ്യു ദുആഇ അസ്മഉ യാ ഹബീബല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന് ഏറ്റവും ശ്രേഷ്ഠമായ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രദ്ധേയമായ ദുആ ഏതാണ്? ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സലില്ലാഫു വല്ലാഫിയ, നീ നിന്റെ ശരീരത്തിന്റെ സുഖവും സൗഖ്യവും ചോദിക്കലാണ് ഏറ്റവും നല്ല പ്രാർത്ഥനയെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ ഉത്തരം ലഭിക്കാൻ കാരണമാകുന്ന സന്ദർഭം ഏതാണ്? പ്രാർത്ഥന ഏതാ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫീ ജൗഫിൽ ലൈൽ വദുബരി കുല്ലി സ്വലാത്തിൻ മക്തൂബ. പാതിരാത്രി സമയം, ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുന്നതാകുന്ന സമയം, ജനങ്ങൾ മുഴുവനും നിദ്രയിലേക്ക് പോകുന്ന സമയം, ആ സമയത്ത് നീ പ്രത്യേകമൊന്ന് കുറിച്ചിടണേ. ആ സമയത്തുള്ള റബ്ബിനോടുള്ള ചോദ്യം ഉറപ്പായിട്ടും ഉത്തരമാണ്. മറ്റൊന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വദുബരി കുല്ലി സ്വലാത്തിൻ മക്തൂബ. നമസ്കാരം കഴിഞ്ഞാൽ ഉടനെയുള്ള സന്ദർഭവും നീ ഒന്ന് ശ്രദ്ധിക്കണേ. ആ സമയത്തെയും സന്ദർഭത്തെയും ഒന്ന് ഗൗനിച്ചാൽ നീ രക്ഷപ്പെട്ടു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നമസ്കാരം കഴിഞ്ഞാൽ ഉടനെയുള്ള പ്രാർത്ഥന ഇജാബത്താണ്. അതുകൊണ്ടാണ് പള്ളിയിലൊക്കെ പണ്ട് മുതലേ സിസ്റ്റമാറ്റിക് ആയിട്ട് ദുആ വെച്ചിരിക്കുന്നത്. ചിലർക്ക് വലിയ വിഷമാണ്, ദുആഇന്റെ ഇരിക്കാതെ ചാടി ഇറങ്ങി ഓടും. അങ്ങനെ ഓടാൻ പാടില്ല, അവിടെ ഇരിക്ക്. ഏറ്റവും കൂടുതൽ ഉത്തരം ലഭിക്കുന്നതാകുന്ന സമയമാണത്, നിസ്കാരം കഴിഞ്ഞാൽ ഉടനെയുള്ള പ്രാർത്ഥന. ബാങ്കും ഇഖാമത്തിന്റെ ഇടയ്ക്കും നല്ലതാ, നിസ്കാര ശേഷം ഏറ്റവും ഫലമുള്ളതാ. രണ്ടാം സലാം വീട്ടിക്കഴിഞ്ഞാൽ ഇന്ന് പതിവുള്ളതാ എന്തോ ചിലർ മണ്ടുന്ന്. ചോദിക്കുവാൻ അവർക്കില്ല റബ്ബോടൊന്നും എന്നുള്ള മട്ട പോക്ക് കണ്ടാലെന്നും. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ചില ആളുകൾ ഓടുകയാണ്. കണ്ടു കഴിഞ്ഞാൽ തോന്നുക അള്ളാഹുവിനോട് ഒരു കാര്യവും അവർക്ക് ചോദിക്കാനില്ല എന്നാണ്. എന്നാൽ വീട്ടിൽ ഒരുപാട് പ്രശ്നമുണ്ട്, പ്രയാസമുണ്ട്, കടം കൊണ്ട് വലഞ്ഞു നിൽക്കുന്നവനാണ്, കുടുംബം പട്ടിണിയിലാണ്, ദാരിദ്ര്യത്തിൽ അമർന്ന് ജീവിക്കുന്നവനാണ്, നല്ല ഒരു ജോലി പോലുമില്ല, സാമ്പത്തികമായ അടിത്തറ മുഴുവൻ തകർന്ന് തരിപ്പണമായി നിലകൊള്ളുന്നവനാണ്, മാതാപിതാക്കൾ ബുദ്ധിമുട്ടിലാണ്, കുടുംബത്തിൽ പലരും രോഗികളാണ്, അവനും രോഗമുണ്ട്, അവന്റെ കുടുംബത്തിലും രോഗികളുണ്ട്. എന്നാലും ഓട്ടത്തിനൊരു കുറവുമില്ല. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ചില ആളുകൾ ഇറങ്ങി ഓടുകയാണ്. നഊദു ബില്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. നമസ്കാരത്തിന് ശേഷം കൃത്യമായി ദുആ ചെയ്താൽ ഇജാബത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യണം. ഉറപ്പായിട്ടും ഇജാബത്ത് കിട്ടുന്ന സമയവും സന്ദർഭവുമാണത്. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. നിസ്കാര ശേഷം വേണ്ടതാ ദുആയെന്ന് വീണ്ടും എടുത്ത് മുജാഹിദ് പറയുന്നു.
ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എടുത്തു പറയുന്നു, നിസ്കാര ശേഷം ദുആ വേണം. മുജാഹിദ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ചല്ല ഈ പറയുന്നത്. മുജാഹിദ് എന്ന് പറഞ്ഞാൽ മുജാഹിദ് റളിയല്ലാഹു അൻഹു വലിയൊരു മഹാനുണ്ട്. ഗ്രൂപ്പുകാർ പറയുന്നത് വേണ്ടാന്നാണ്. ഇത് മുജാഹിദ് അങ്ങനെ ബൈത്ത് പാടുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം വരും, ഏതുപോലെ മൗലിദ് കഴിക്കൽ മുമ്പതുമില്ലാത്തതെന്ന് പാടിയതുപോലെ ആയിപ്പോ. അതുകൊണ്ടാണ് ഇത് വിശദീകരിച്ചു തരുന്നത്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് റബീഉൽ അവ്വലാകുമ്പോൾ വിശദീകരിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് അവിടെ പറയാം. നിസ്കാര ശേഷം വേണ്ടതാ ദുആയെന്ന് വീണ്ടും എടുത്തു മുജാഹിദും പറയുന്നു. മുജാഹിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, നിസ്കാരത്തിന് ശേഷം വലിയ മഹാനാണ്, ദുആ വേണമെന്ന് ബഹുമാനപ്പെട്ടവർ എടുത്തു പറയുന്നു. അതുമാത്രമല്ല, ഒഴിച്ചിരുന്നാലോ അത് ദുർലക്ഷണം എന്നാണോ പറയുന്നത്. നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യണം, ചെയ്യാതിരിക്കൽ ദുർലക്ഷണമാണ്. ശരിയല്ലേ? കാരണം നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോവാന്ന് പറഞ്ഞാൽ അതിലെന്താ കാര്യം ഇരിക്കുന്നത്? ആരാധിക്കാൻ, അള്ളാഹുവിനോട് ആരാധിക്കാൻ പറഞ്ഞത് നീ നിർവഹിച്ചു, ശരി. 5 വഖത്ത് നിസ്കാരം നീ നിർവഹിച്ചു. ആ നിർവഹം കഴിഞ്ഞാൽ റബ്ബേ ഇത് നീ സ്വീകരിക്കണേ എന്ന് റബ്ബിനോട് പറയണം. അതാണ് മര്യാദ. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تقبل منا ربنا تقبل منا إنك أنت السميع العليم. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകനാകുന്ന ഇസ്മായിലും പരിശുദ്ധമായ കഅബ പണിയാൻ വേണ്ടി അല്ലാഹുവാണ് കൽപ്പിച്ചത്. അല്ലാഹുവാണ് കരാർ ചെയ്തത്. ആ കരാറ് എല്ലാം പൂർത്തീകരിച്ചു. അല്ലാഹുവാണ് കരാർ ചെയ്തത്. ഖുർആനായത്തുണ്ട്, ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. വഅഹദിനാ ഇലാ ഇബ്രാഹിമ വഇസ്മാഈൽ അത്ഹിറാ ബൈതിയ ലിത്വാഇഫീന വൽആകിഫീന വറുക്കഇസ് സുജൂദ്. ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടും അദ്ദേഹത്തിന്റെ മകനാകുന്ന ഇസ്മായിലിനോടും അല്ലാഹു കരാർ ചെയ്തു അത്രേ, പരിശുദ്ധമായ കഅബ എന്ന പണിയണേ പണിയണേ. മലക്കുകൾ എടുത്തതാകുന്ന ഫൗണ്ടേഷന്റെ മേലിൽ പരിശുദ്ധമായ കഅബയുടെ പണി പൂർത്തീകരണം നടത്തുന്നത് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും അത്രേ. രണ്ടുപേരും കൂടി കഅബ പണിതു. അവർ റബ്ബ് ചെയ്യാൻ പറഞ്ഞതാകുന്ന ഒരു കർമ്മം അവർ നിർവഹിച്ചു. നമ്മൾ നിസ്കാരം അള്ളാഹു നമ്മളോട് നിർവഹിക്കാൻ പറഞ്ഞതുപോലെ അവരും ആ കർമ്മം നിർവഹിച്ചു. കഴിഞ്ഞാൽ പിന്നെ പോയാ മതി. അവിടെ അങ്ങനെ പോവല്ല ചെയ്തത്. അവിടെ ആ കഅബയുടെ പരിസരത്ത് നിന്നിട്ട് ദുആ ചെയ്തു. എന്ത്? അതാ ഖുർആൻ പറയുന്നത്, വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവാഇദ മിനൽ ബൈതി വഇസ്മാഈൽ. പരിശുദ്ധമായ കഅബയും അത് പണിത് പൂർത്തീകരിച്ചതിന് ശേഷം മകനാകുന്ന ഇസ്മായിലിനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് വാപ്പയാകുന്ന ഇബ്രാഹിം ദുആ ചെയ്ത സന്ദർഭം നബിയെ തങ്ങളൊന്ന് സ്മരിക്കണേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. അങ്ങനെ ദുആ ചെയ്യേണ്ട ആവശ്യമല്ല ഇബ്രാഹിമിന്. കാരണം അല്ലാഹു പറഞ്ഞതാണ് പണിയാൻ വേണ്ടി. അല്ലാഹു ഏതൊരു കോലത്തിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചുവോ അതേ രൂപത്തിലും ഭാവത്തിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിലിനെ കൊണ്ട് കഅബ പണിതു. ഇനി പോയാൽ മതി. പക്ഷേ പറയുന്നത്, റബ്ബേ ഈ പണിതത് നീ സ്വീകരിക്കണേ. അൽച്ചുകൊണ്ട് കഅബയുടെ പൂർത്തീകരണം നടത്തിയിട്ട് റബ്ബ് പറഞ്ഞതാകുന്ന അമൽ ചെയ്തിട്ട് ദുആ ചെയ്തെങ്കിൽ ഞാനും നിന്നും നിസ്കാരത്തിന് ശേഷം വേഗം എഴുന്നേറ്റ് പോകാൻ പാടുണ്ടോ? നിസ്കാരത്തിന് ശേഷം ഒന്ന് ദുആ ചെയ്യണേ. അത് സുന്നത്താണ്, റസൂലുള്ളാഹി പഠിപ്പിച്ച അമലാണ്. ദുആ ചെയ്യണം. അതല്ലേ ഒരു മുഅ്മിനിന്റെ ഒരു ശൈലി. അതാ
അതുമാത്രമല്ലൊഴിച്ചിരുന്നാലോ അത് ദുർലക്ഷണം എന്നാണോടോ പറയുന്നത്. അത് ഗുണമില്ല, നല്ല കൗമിൽപ്പെട്ടതല്ല എന്നർത്ഥം. അപ്പൊ നിസ്കാരം കഴിഞ്ഞാൽ എത്ര ധൃതിയുള്ളവനാണെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ആമീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഹംദും സലാത്തും വേണം, അല്ലാതെ ദുആ ചെയ്യാൻ പാടില്ല. തുടങ്ങുമ്പോഴും വേണം, അവസാനം വേണം, അങ്ങനെയാണ്. ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ നന്മ നൽകണേ, നരകീയ ശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹു ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബിയുടെ ദുആ. നീ കേൾക്കുന്നവനും അറിവുള്ളവനുമാണ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞു. ഇത്രയും മതി. ഏറ്റവും ചുരുങ്ങിയതാ ഞാൻ പറഞ്ഞത്. അത്രയെങ്കിലും നമ്മൾ ചോദിക്കണം. ഇല്ല പിന്നെ നമ്മളെന്ത് മോമിനാൻ, ധൃതി പിടിച്ച് നമ്മൾ പോകാൻ പാടില്ല. നിസ്കാരം കഴിയുമ്പോൾ ചാടി ഇറങ്ങി പോകാൻ പാടില്ല. സ്ത്രീകളോടൊക്കെയാണ് ഇത് പ്രത്യേകം പറയുന്നത്. നിസ്കാരം കഴിയുമ്പോൾ വേഗം ഇറങ്ങി പോകരുത്. എന്തായാലും നിസ്കരിക്കാൻ റബ്ബിന് വേണ്ടി ഒളു എടുത്ത് നമ്മൾ എന്തായാലും സമയം ചെലവഴിച്ചു. ഒരു 5 മിനിറ്റ് നിങ്ങൾ അവിടെ ഇരുന്ന് ദുആ ചെയ്ത് നോക്കിയേ, തീർച്ചയായിട്ടും വലിയ മാറ്റം ഉണ്ടാവും. ഉറപ്പാണ് ഈ പറയുന്നത്. നിങ്ങൾ ഈ 10 കാര്യങ്ങൾ ശരിക്കൊന്ന് എഴുതിയെടുത്തോ. ഒന്നാമത്തത് ഏതാണ്? ഈ പറയുന്നത് മുഴുവൻ ഓരോ സമയങ്ങളും സന്ദർഭങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒന്നാമത്തത് സമയം ശ്രദ്ധിക്കുക. രണ്ടാമത്തത് ചില സന്ദർഭങ്ങൾ ശ്രദ്ധിക്കുക. സമയം ശ്രദ്ധിക്കുന്നതിനകത്താ പറഞ്ഞത് ചില മാസങ്ങൾ, റമദാൻ പോലെയുള്ള മാസങ്ങൾ, അറഫ പോലെയുള്ള ദിനങ്ങൾ, നല്ല നല്ല രാവുകൾ, പവിത്രമാക്കപ്പെട്ട രാവുകളൊക്കെ ശ്രദ്ധിക്കുക. സന്ദർഭങ്ങൾ, മഴ പെയ്യുന്ന സന്ദർഭം, കോഴി കൂവുന്നതാകുന്ന സന്ദർഭം ഒക്കെ ദുആഇന് ഇജാബത്താണ്. ബാങ്കിനും ഇഖാമത്തിനും ഇടയ്ക്കുള്ളതാകുന്ന സന്ദർഭം, നിസ്കാരം കഴിഞ്ഞാൽ ഉടനെയുള്ളതാകുന്ന പ്രാർത്ഥന ഒക്കെ വളരെ ശ്രദ്ധിക്കണം. സുജൂദിൽ ദുആ ചെയ്യുക. സുജൂദിലാകുന്ന സന്ദർഭം, നിസ്കരിക്കുന്ന സമയത്ത് സുജൂദിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ദുആഇന് ഇജാബത്താണ്. പെട്ടെന്ന് ഉത്തരം ലഭിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മലയാളത്തിൽ അവിടെ പോയിക്കാൻ പാടില്ല. നിസ്കാരം എന്ന് പറയുന്നത് മുഴുവൻ അറബിയാണല്ലോ, അതിനിടയിൽ മലയാളം ഇല്ല. അതുകൊണ്ട് തന്നെ സുജൂദിൽ കിടക്കുമ്പോ നമ്മൾ എങ്ങനെ ചോദിക്കും? സാധേ അറബി അറിയില്ലല്ലോ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ചോദിച്ചു. അറിയാവുന്ന നമുക്ക് ഖുർആനിലുള്ള ദുആകളൊക്കെ ദുആ ചെയ്യാം. അറബി അറിയാത്തവർ മലയാളത്തിൽ അവരുടെ ഹൃദയം കൊണ്ട് സംസാരിക്കണം. ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് മൊഴിയല്ല. നാവ് കൊണ്ട് ഒരു അക്ഷരം മൊഴിഞ്ഞാൽ മതി, കാരം പാത്തിലായി പോകും മലയാളത്തിൽ. അതുകൊണ്ട് തന്നെ നാവ് കൊണ്ട് നമ്മൾ ഉച്ചരിക്കണ്ട. എന്ത് വേണം? മനസ്സുകൊണ്ട് ദുആ ചെയ്യണം. ഞാനിതൊക്കെ പറയുന്നത് സാധാരണക്കാരുണ്ട്, പാവങ്ങൾ. ഉസ്താദേ എന്ത് ചെയ്തിട്ടും രക്ഷയില്ലല്ലോ എന്ന് പറയുന്ന പാവങ്ങളുണ്ട്. അവർക്ക് വേണ്ടി പറയാണ് കേട്ടോ. ചിലർക്ക് അറിവുണ്ടാവും, അവരോട് അറിവ് വിളമ്പി തരികയല്ല. സുജൂദിൽ കിടന്നിട്ട് നമ്മൾ നല്ലതുപോലെ കരഞ്ഞു ദുആരൊക്കെ എങ്ങനെ? മനസ്സുകൊണ്ട് ദുആ ചെയ്യണം. മനസ്സിൽ കൊണ്ടുവരിക ഓരോ ഉദ്ദേശങ്ങൾ. വീടിന്റെ പ്രശ്നം, കുടുംബത്തിന്റെ പ്രശ്നം, മക്കളുടെ വിഷയം, സമൂഹത്തിലെ വിഷയം, സമുദായത്തിലെ പ്രശ്നം, എന്തെല്ലാം നിന്റെ മനസ്സിലുണ്ടോ, നിന്റെ വിഷമങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് സുജൂദിൽ കിടന്ന് അങ്ങനെ കരഞ്ഞു ദുആ ചെയ്യുക. അങ്ങനെ ഒന്ന് ചെയ്തു വാങ്ങിക്കേ. മനസ്സിന് ഭയങ്കര റാഹത്തായിരിക്കും നിസ്കാരം കഴിയുമ്പോൾ. സുജൂദിൽ കിടക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുമ്പോൾ ഉണ്ട് മനസ്സിന് ഭയങ്കര കുളിർമയായിരിക്കും. അങ്ങനെ ഒരു 2 റക്അത്ത് നിങ്ങൾ നിസ്കരിക്കണം. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാം. നിങ്ങൾ ഒരു 2 റക്അത്ത് നിസ്കരിക്കണം. എങ്ങനെ? നല്ലതുപോലെ ഒളു എടുത്ത്. നമ്മൾ ഒളു എടുക്കുന്നതൊക്കെ മുമ്പ് പറഞ്ഞതാണ്. 1066 സുന്നത്തുകൾ മേളിച്ചിട്ടുള്ള ഒളു. നല്ലതുപോലെ ഒളു എടുത്ത് ഒളുവിന് ശേഷമുള്ളതാകുന്ന ആ ദുആയൊക്കെ ചെയ്ത് ഉളുവിന്റെ ആദാബുകളൊക്കെ പാലിച്ചു വേണം ഉളു എടുക്കാൻ. എന്നിട്ട് നിങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ ഇതുപോലെ ഒന്ന് സുജൂദിൽ കിടന്നൊന്ന് കരഞ്ഞൊന്ന് ദുആ ചെയ്തു വായിക്കുക. വിഷമങ്ങളും പ്രയാസങ്ങളും റബ്ബിനോട് പറഞ്ഞു. നിങ്ങൾ ലോകത്താരോട് പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് വലിയ ഫലം ചെയ്യും. തീർച്ചയാണ്. അഖറബു മാ യഖൂലുൽ അബ്ദു ലി റബ്ബിഹി വഹുവ സാജിദുൻ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരടിമ തന്റെ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുക, അതിനേക്കാൾ കൂടുതൽ അടുപ്പമില്ല. അവൻ സുജൂദിലായിരിക്കലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
കാരണം എന്താ? റബ്ബിന്റെ മുന്നിൽ പരിപൂർണമായി സാഷ്ടാംഗം ചെയ്ത് വിനയാന്യതനായി കിടക്കാൻ. മണ്ണിൽ തലവെച്ച് കിടക്കല്ലേ, നെറ്റി വെച്ച് കിടക്കല്ലേ, നെറ്റിയും മൂക്കും മുട്ടിച്ച് അങ്ങനെയൊക്കെ. ആരാധനയുടെ ഏറ്റവും വലിയ മജ്ജ എന്ന് പറയുന്നത് പ്രാർത്ഥനയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദുആഉ മുഖുൽ ഇബാദ. ആരാധനയുടെ ഏറ്റവും വലിയ കാതൽ അത് പ്രാർത്ഥനയാണ്. അവർ റബ്ബിനോട് ദുആ ചെയ്യണം. വിശ്വാസിയാവൂല്ല ദുആ ചെയ്തില്ല എങ്കിൽ, അത് മനസ്സിലാക്കണം. റബ്ബിനോടല്ലേ നമ്മൾ ചോദിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിന്റെ അദബുകൾ, അതിന്റെ മര്യാദകൾ നല്ലതുപോലെ പഠിക്കണം. അപ്പോഴേ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകാര്യമാവുകയുള്ളൂ. നമുക്ക് ഓരോരുത്തരും നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഇത് നല്ലതുപോലെ പഠിച്ചെടുക്കണം. 2 പറഞ്ഞു, മൂന്നാമത്തതാണ് ഇന്ന് പറയുന്നത്. അദാബിദിൽ മൂന്നാമതായി വേണ്ടുന്നതാ കിബിലയ്ക്കു നേരെ ഇരിക്കണം എന്നുള്ളതാ. അദാബിദിൽ മൂന്നാമതായി വേണ്ടുന്നതാ കിബിലയ്ക്കു നേരെ ഇരിക്കണം എന്നുള്ളതാ. മൂന്നാമത്തെ അദബ് എന്ന് പറയുന്നത് കിബിലയ്ക്ക് നേരെ ഇരുന്നിട്ട് വേണം ദുആ ചെയ്യാൻ. മനസ്സിലാക്കണം നമ്മൾ. ഒന്നാമത്തത് സമയങ്ങൾ ശ്രദ്ധിക്കുക, രണ്ടാമത്തത് സന്ദർഭങ്ങൾ ശ്രദ്ധിക്കുക, മൂന്നാമത്തത് കിബിലയ്ക്ക് നേരെ ഇരുന്നിട്ട് വേണം ദുആ ചെയ്യാൻ. നല്ല വുളൂഓടുകൂടി കിബിലയ്ക്ക് നേരെ തിരിഞ്ഞിരുന്നിട്ട് വേണം വുളൂ ദുആരക്കാൻ. അല്ലാഹുവിനോട് ദുആരക്കും എപ്പോഴും അങ്ങനെയാണ്, കിബിലയിലേക്ക്. അതൊരു വലിയ ശ്രേഷ്ഠതയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒറ്റക്കിരുന്നു ദുആയിരുന്നാലാണിത് ഇമാമ വലഭാഗം തിരിഞ്ഞ വേണ്ടത്. ഒറ്റക്കിരുന്നു ദുആയിരുന്നാലാണിത് ഇമാമ വലഭാഗം തിരിഞ്ഞ വേണ്ടത്. മനസ്സിലാക്കണത്. ഒറ്റയ്ക്കിരിക്കുന്ന ദുആ ചെയ്യുമ്പോൾ, നമ്മൾ സാധാരണ വീട്ടിൽ സ്ത്രീകളൊക്കെ ഒറ്റയ്ക്കിരുന്ന് ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ, അതുപോലെ പള്ളിയിൽ പുരുഷന്മാരും ഒറ്റയ്ക്ക് നിസ്കരിച്ച് കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരത്തിൽ കഴിഞ്ഞതിനൊക്കെ ശേഷം അവനവൻ സ്വന്തം ദുആ ചെയ്യും. അപ്പോൾ ആ കിബിലയ്ക്ക് നേരെ തന്നെ ഇരിക്കണം. പലരും പള്ളിയിൽ വന്നിരിക്കുമ്പോഴും പള്ളിയുടെ മതിലുമേലൊക്കെ ചാരി, സൈഡ് മതിലുമേലൊക്കെ ചാരി ഇരുന്നിട്ട് തെക്കോട്ടോ വടക്കോട്ടോ ഒക്കെ കാലൊക്കെ നീട്ടി വെച്ചിട്ട് ആർക്കോ വേണ്ടി ദുആ ചെയ്യാൻ. അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല. അതിനൊക്കെ ഒരു മര്യാദയുണ്ട്. ഖുതുബ കേൾക്കുന്ന വേളയിലും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നതായി പലപ്പോഴും കാണാം. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ അള്ളാഹുവിന്റെ മുന്നിലാണ് നിലകൊള്ളുന്നത് എന്ന വിശ്വാസം ഉണ്ടാവണം, പള്ളിയിൽ കയറുമ്പോൾ പ്രത്യേകിച്ചും. അതുപോലെ മുസല്ലയിലേക്ക് കയറുമ്പോൾ സ്ത്രീകൾ പ്രത്യേകിച്ചും കിബിലയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കണം. വളരെ ഭവ്യതയോടുകൂടി, അതബോടുകൂടി. അത് കസേരയിലാകട്ടെ, നീ നിസ്കാരിക്കുന്ന ആ സമയത്താണെങ്കിലും നിലത്തിരിക്കുമ്പോഴാകട്ടെ, എങ്ങനെയായിരുന്നാലും കിബിലയ്ക്ക് നേരെ തിരിഞ്ഞ് അങ്ങനെ വേണം. അതിന് വലിയ ശ്രേഷ്ഠതയാണ്. അവനവനെ കൊണ്ട് കഴിയുന്ന നിലയ്ക്ക് വേണം നിന്ന് ദ്വാരക്കാം. ഇരുന്നാണെങ്കിൽ തഹിയ്യാത്തിൽ ഇരുന്നിട്ട് നല്ല വൃത്തിക്ക് ഇരുന്ന് ദ്വാരക്കാം. ചമ്മറപ്പൂട്ടിട്ടിട്ട് ഇരിക്കാൻ പാടില്ല. ഇങ്ങനെ കാലുമേന് കാലു വെച്ചിട്ട് അങ്ങനെ ഇരിക്കാൻ പാടില്ല. തഹിയ്യാത്തിൽ തന്നെ നല്ല വൃത്തിയായിട്ടിരിക്കുക. 2 രീതിയിലുള്ള ഇരുത്തമുണ്ട്. നമ്മൾ സാധാരണ ഇടയിലുള്ള ഇരുത്തിരിക്കും, അതുപോലെ അവസാനത്തെ തഹിയ്യാത്തിന് വേണ്ടി ഇരിക്കുന്ന ഇരുത്തമുണ്ട്. 2 രീതിയിൽ, ഏത് രീതിയിൽ വേണമെങ്കിലും ഇരിക്കാം. അങ്ങനെ ഇരുന്നിട്ട് വേണം, അല്ലെങ്കിൽ കിബിലയ്ക്ക് നേരെ തിരിഞ്ഞിരുന്നിട്ട് വേണം ദുആ ചെയ്യാൻ. അദ്ദിക്റു അബി ദുആഉ ഇൻ കാന മുൻഫരിദൻ ഔ മഅ്മൂമൻ. ദിക്റും ദുആവും ഒക്കെ നിസ്കാരം കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനും മഅ്മൂമാകുന്ന ആളുകൾ, അഥവാ ഇമാമിനെ പിന്തുടർന്നുകൊണ്ട് നിസ്കരിക്കുന്നവരെല്ലാവരും കിബിലയ്ക്ക് നേരെ തിരിഞ്ഞിരുന്ന് വേണം അവരൊക്കെ ദിക്റും ദുആവും ഒക്കെ ചെയ്യാൻ. നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദിക്റുകളുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഒക്കെ അങ്ങനെ വേണം. അമ്മൽ ഇമാമു ഇദാ തറക്കൽ ഖിയാമ മിൻ മുസല്ലാഹു അല്ലദീ ഹുവ അഫ്ളലു ലഹു ഫൽ അഫ്ളലു ജഅല യമീനഹു ഇലൽ മഅ്മൂമീന വയസാറഹു ഇലൽ ഖിബ്ല. നിസ്കാരം കഴിഞ്ഞാൽ പിന്നീട് തിരക്ക് പിടിച്ചുകൊണ്ട് ഓടുന്നില്ല എങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായത്
കച്ചവടമോ മറ്റെന്തെങ്കിലോ തിരക്കൊക്കെ ഉണ്ടവനാണെങ്കിൽ അവന് പോകാം, അനുവദനീയമാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, ഒരു 5 മിനിറ്റ് സമയമാണ് ഇവിടെ ഉള്ളത്. ആ 5 മിനിറ്റ് നമ്മൾ അള്ളാഹുവിന് വേണ്ടി ദുആ ചെയ്തിട്ട് പോകുന്നതിലാണ് നിന്റെ വൈകുന്നേരം വരെയുള്ള കച്ചവടത്തിൽ ബറക്കത്ത് കിട്ടണമെങ്കിൽ ഇവിടെ ഒരു 2 മിനിറ്റെങ്കിലും ചെലവഴിക്കണ്ടേ? അതൊരു മോമിനിന്റെ കടമയല്ലേ? എന്തായാലും നിസ്കരിക്കാൻ വന്നവനാണ്. അതുകൊണ്ട് നീ ആ പള്ളിയിൽ തന്നെ നിലകൊള്ളി. ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും ശ്രേഷ്ഠത ദിക്റും ദുആയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഫൽ അഫ്ളലു ജഅല യമീനഹു ഇലൽ മഅ്മൂമീൻ വയസാറുഹു ഇലൽ ഖിബ്ല. അദ്ദേഹത്തിന്റെ വലതുഭാഗം മഅ്മൂമീങ്ങളിലേക്ക് ആക്കുക, ഇടതുഭാഗം ഖിബ്ലയ്ക്ക് നേരെ ആക്കുക. ഉദാഹരണം, ഖിബ്ല ഇതാണെങ്കിൽ, ഖിബ്ല ഇതാണല്ലോ, ഖിബ്ല ഈ ഭാഗമാകുമ്പോ ഇടത് ഭാഗം ഖിബ്ലയിലേക്കും വലതു ഭാഗം ജനങ്ങളിലേക്കുമാക്കുക. ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. വലത്ത് നിസ്കാരം കഴിഞ്ഞു, ഇങ്ങനെയാണ് നിസ്കരിക്കാൻ നമ്മൾ ഇരിക്കുന്നത്. നിസ്കാരം കഴിയുമ്പോഴത്തേക്ക് നേരെ ഇങ്ങോട്ട് വലതുവശം ജനങ്ങളിലേക്കും മൗമൂമിങ്ങളിലേക്കും ഇടതുഭാഗം ഖിബ്ലയിലേക്കുമായിട്ടാണ് ഇമാം ഇരിക്കേണ്ടത്, ദിക്റും ദുആവും ഒക്കെ ചെയ്യുന്ന വേളയിൽ. ഇതൊക്കെ പണ്ഡിതന്മാർ വ്യക്തമാക്കിയാണ്. ഞാനിപ്പോ പറഞ്ഞത് ഫത്ഹുൽ മൈനിൽ ഒരു ഇബാറത്താണ്, മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്, വളരെ ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതാകുന്ന കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെ നബിയുനാ ചെയ്യുന്നതായി ജാബിർ റിവായത്തുണ്ടടോ തൻ കണ്ടതായി. നീ കേട്ടോ, ഇമാമിനുള്ള ദുആ ചുരുക്കൽ നന്നാ, തശഹുദിൽ കവിയാതിരിക്കാൻ സുന്നാ. ഒരുപാട് നീട്ടിപ്പിടിച്ച് നിസ്കാരത്തിന് ശേഷം ഇമാം ദുആ ചെയ്യുന്നത് അത്ര ഗുണകരമല്ല. കാരണം ജനങ്ങൾക്ക് പല തിരക്കുണ്ടാവും. ഇമാമിന് ഇത് കഴിഞ്ഞിട്ട് റൂമിലോട്ട് പോയാൽ മതി. ജനങ്ങൾക്ക് പല ജോലി തിരക്കുകളും കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ഇമാമായി നിൽക്കുന്ന വ്യക്തി അദ്ദേഹം ശ്രദ്ധിക്കട്ടെ, നമ്മള് തശഹൂദ് തഹിയ്യാത്ത് തശഹൂദ് ഓതുമല്ലോ, അതിനേക്കാൾ കൂടുതലാകാതിരിക്കൽ നല്ലതാണ്. ഒരു 3-4 വരി ഏറ്റവും നല്ലതാണ്. അതാണ് നമ്മൾ മുമ്പ് ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹംദ് സ്വലാത്ത് ചൊല്ലിയിട്ട് ചെറിയൊരു ദുആ ചെയ്യുക, അതുപോലെ തന്നെ ഹംദും സ്വലാത്തും കൊണ്ട് അവസാനിപ്പിക്കുക. അങ്ങനെ ശ്രദ്ധിക്കണം, ഒരുപാട് നീട്ടി ദ്വാരക്കാൻ പാടില്ല. ഇതൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. അൽ ബറക്കത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പ്രാർത്ഥിക്കുവാൻ ഇരു കൈയുയർത്തൽ സുന്ന, തെളിവും സുയൂത്തി താൻ തരുന്നത് തന്നെ. പ്രാർത്ഥിക്കുന്ന സമയത്ത് 2 കൈകളും ഉയർത്തണം. അങ്ങനെ വേണം. അത് വളരെ കണിശമായി പറയാം. ഒരുപാട് ആളുകളുണ്ട്, വലിയ വിദ്യാഭ്യാസമൊക്കെയാണ്, ഡോക്ടറേറ്റ് എടുത്ത വ്യക്തിയാണ്. പക്ഷെ ഒരു മജ്‌ലിസ് വാപ്പ മരിച്ചു കിടക്കുമ്പോൾ വാപ്പാക്ക് വേണ്ടി ദ്വാരക്കുമ്പോൾ ഇവന്റെ കൈ എവിടെയാന്ന് ചോദിച്ചാൽ പറയണ്ടില്ലല്ലോ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതിങ്ങനെ തലകറിയ കൈ എവിടെ വെക്കണ്ടെന്ന് അവൻ അറിയാൻ മേല. കാരണം മദ്രസയെ കറക്റ്റ് ആയിട്ട് പോയിട്ടില്ല. ഭൗതികമൊക്കെ ഒരുപാട് പഠിച്ച് ബിരുദ കൂമ്പാരങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഡിഗ്രികൾ ഇഷ്ടം പോലെ ഉണ്ട്. നെയിം ബോർഡ് വെക്കുമ്പോഴത്തേക്കും തികയുന്നില്ല, അത്രത്തോളം ഇഷ്ടം പോലെ ബിരുദ കൂമ്പാരങ്ങളാണ്. പക്ഷെ ആമീൻ പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ മേല. അതൊക്കെ വളരെ മോശമാണ്. ഇപ്പോഴും കാണാം പള്ളിയിൽ ചില ആളുകൾ അവരിങ്ങനെ മടിയിൽ വെച്ചിരിക്കുക കൈ, അവനൊന്ന് കൈ ഉയർത്താൻ മടി അള്ളാഹുവിന്റെ മുന്നിൽ. എന്നിട്ട് ഇതെല്ലാം കഴിയുമ്പോൾ കയറി വന്നിട്ട് പറയുന്നത് എന്താ? സാധേ ക്യാൻസർ ആണ്, ദ്വാരക്കണം. അതിന് നീ ദ്വാരുന്ന സമയത്ത് എന്റെ കൈ എവിടെയായിരുന്നു? ആമീൻ പിടിക്കാൻ പോലും കറക്റ്റ് നിനക്ക് സമാധാനം ഇല്ല. എന്നാ ഉസ്താദുമാര് പിടിക്കുന്നത് കാണുന്നുണ്ട്, ജനങ്ങളും പിടിക്കുന്നത് കാണുന്നുണ്ട്, എന്നാലും അവന് അഹങ്കാരം, കൈ ഉയർത്താൻ മടി. കാരണം കൈ ഇങ്ങനെ ഉയർത്തി മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കുന്നത് അവന് ശീലമില്ലല്ലോ. വലിയ ആളാണ്, വലിയ തമ്പുരാനാണ്, വലിയ വിദ്യാഭ്യാസ വിപ്ലവം നടത്തിയ ആളാണ്. അതുകൊണ്ട് തന്നെ അള്ളാന്റെ മുന്നിലേക്ക് കൈയൊന്ന് ചോദിക്കുമ്പോ ഒന്ന് ഇരക്കാണല്ലോ, തെണ്ടാണെന്നുള്ളൊരു തോന്നൽ അവന് വരും. അതവന് വയ്യ. വേണമെങ്കിൽ പഠിച്ചവനും കൂടെ തരട്ടെ എന്ന ചിന്തയിൽ നിൽക്കാണ്. എന്നാ നിനക്ക് കിട്ടൂല. ക്യാൻസർ ഇങ്ങനെ ഉണ്ടാവും ഖിയാമത്ത് വരെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നിനക്കും ഉണ്ടാവും, പരമ്പരയ്ക്കും ഉണ്ടാവും. അതുകൊണ്ട് റബ്ബിനോട് വിനയം കാണിച്ചോ, 2 കൈകളും ഉയർത്തി ദുആ ചെയ്യ്. ഒരിക്കലും കൈ താഴ്ത്തി വെക്കാൻ പാടില്ല. സ്ത്രീകളൊക്കെ അത് ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെ ചെറുപ്പത്തിലെ പഠിപ്പിക്കേണ്ട ഒരു ശീലാണത്. ഇതിനൊക്കെ തെളിവുകളുണ്ട്. ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു വ്യക്തമായി പഠിപ്പിച്ച ഒരു വിഷയമാണത്.
പ്രാർത്ഥിക്കുവാൻ ഇരു കൈയുയർത്തൽ സുന്ന തെളിവും സുയൂത്തി താൻ തരുന്നത് തന്നെ. കേൾക്കണേ, ഒരു 40 പുറമേ ഹദീസ് അതിനുണ്ട് എന്നും സുയൂത്തി റിസാലയാൽ അറിവുണ്ട്. 2 കൈകളും ഉയർത്തണമെന്നതിന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു 40ഓളം ഹദീസുകൾ പറഞ്ഞിട്ട് പറയുകയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് റിവായത്തുണ്ട്. 40 ഹദീസുകൾ കടന്നു വന്നിട്ടുണ്ട്. വ്യക്തമായി പഠിച്ചു വെക്കണേ. റസൂലുള്ളാഹി പറഞ്ഞതായി സ്വഹാബത്തെ കിറാം രേഖപ്പെടുത്തിയത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ റിസാലയിലൂടെ പറയുകയാണ്. 40 പരം ഹദീസ്, ഒരു ഹദീസ് മതി തെളിവിന്. 40 പരം ഹദീസ് ഉണ്ട്. എന്തിന്? 2 കൈകളും ഉയർത്തി ദുആ ചെയ്യണമെന്നതിന്. ഇനിയെങ്കിലും ഉയർത്തിക്കൂടെ? നമ്മൾ ആരെ കണ്ടിട്ടാ സഹോദരങ്ങളെ ജീവിക്കുന്നത്? ജീവിതം പഠിക്കേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ട് വേണം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. അതുമാത്രമല്ല, സഹാബുകൾ പലരുണ്ട്, എണ്ണുന്ന പക്ഷം 20 പരമുണ്ട്. അനസ് ഇബ്നു മാലിക് താനതിൽ ഒന്നാമനായി, ഉസാമത്തും അതുപോലെ അബൂദർദാഉന. മാഷാ അല്ലാഹ്, 20 പരം സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്ത 40 പരം ഹദീസുകളുണ്ട്. അതിൽ ഒന്നാമനായി റിപ്പോർട്ട് ചെയ്തത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 വർഷം ഖിദ്മത്തെടുത്ത, സേവനം ചെയ്ത പ്രവാചകന്റെ നിഴല് പോലെ ജീവിതത്തിൽ കൊണ്ടാടിയതാകുന്ന ബഹുമാനപ്പെട്ടതാകുന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം റിവായത്ത് ചെയ്തിട്ടുണ്ട് ഹദീസ്. അബൂദർദാ റളിയല്ലാഹു അൻഹു ഹദീസ്, ഉസാമ റളിയല്ലാഹു അൻഹു ഹദീസ്. പിന്നെ എങ്ങനെ സഹോദരങ്ങളെ നമ്മൾ നിഷേധിക്കും? എങ്ങനെ നമ്മൾ കൈയുയർത്താതിരിക്കും? അത്ര വലിയൊരു വിനയം കാണിക്കണ്ടേ? അള്ളാഹുവിന്റെ മുന്നിലല്ലേ നമ്മളൊക്കെ? അള്ളാഹുവിന്റെ സൃഷ്ടികളല്ലേ, ഖാലിഖല്ലേ, അള്ളാഹു സൃഷ്ടാവല്ലേ. അവന്റെ മുന്നിൽ കൈ നീട്ടുന്നതിന് എന്താ കുഴപ്പം? നീ ലോൺ എടുക്കാൻ വേണ്ടി ബാങ്കുകാരുടെ മുന്നിൽ 2 കൈ നീട്ടി നിന്നിട്ടുണ്ടല്ലോ 25 ലക്ഷം കിട്ടാൻ. അള്ളാഹുവിന്റെ മുന്നിലേക്കൊന്ന് കൈനീട്ടി യാചിക്കാൻ നിനക്ക് ഇത്ര മടിയോ? പടച്ച റബ്ബിനോട് ചോദിക്കാൻ ഇത്ര മടിയോ? 2 കൈയും ഉയർത്തണം. ഒരു കൈ ഉയർത്തിയാ പോരാ. ചുമരിന്റെ നേരെ ഉയർത്തനെ താഴ്ത്തല്ലേ, മുതനജ്ജിസാകരമെങ്കിലോ ഉയർത്തല്ലേ. മാഷാ അല്ലാഹ്, ഇതൊക്കെയല്ലേ നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ. നമ്മുടെ ജീവിതത്തിൽ, എല്ലാ ജീവിതത്തിലും, നിത്യജീവിതത്തിൽ ഉണ്ടാവുകയും ഉണ്ടാവേണ്ടതുമായ ഒരു കാര്യമാണ് ഈ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചുമലിന്റെ നേരെ, ചുമലിന്റെ നേരെ ഉയർത്തനെ താഴ്ത്തല്ലേ, മുതനജ്ജിസാണെങ്കിലോ കൈ ഉയർത്തല്ലേ. 2 ചുമലിന്റെ നേരെ വേണം കൈ ഉയർത്താൻ. ഇങ്ങനെ ഉയർത്തണം. ഇത്ര ഇങ്ങനെ ഉയർത്താം. ഇത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഉയർത്ത സന്ദർഭമുണ്ട്. 2 കക്ഷത്തിൻ്റെതാകുന്ന വെളുപ്പ് കാണത്തക്ക രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ ഉയർത്തി ഇങ്ങനെ ദുആ ചെയ്തതിന് ഹദീസുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ആർക്കും നിഷേധിക്കാൻ പറ്റൂല. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ദുആ ഇറക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ നബി തങ്ങളുടെ കക്ഷത്തിൻ്റെതാകുന്ന വെളുപ്പ് കണ്ടിരുന്നു എന്ന് സ്വഹാബത്ത് പറയാം. അത്രത്തോളം കൈ ഉയർത്തി പിടിച്ചിട്ടുണ്ട്. നമ്മൾ കൈ ഉയർത്തുന്നതേ ഇല്ല, കൈ ഇങ്ങനെ തോഴ്ത്തി ഇട്ടുക. എന്നിട്ട് പിന്നെ ഉസ്താദിനെ വിളിച്ചിട്ട് കംപ്ലൈന്റ് പറയും, ഉസ്താദെ ദുആ എന്നിട്ട് ഒന്നും തരുന്നില്ല. അതിന് നീ ഒന്ന് കൈ ഉയർത്താൻ തയ്യാറായിട്ടുണ്ടായിരുന്നു? നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്തിട്ടുണ്ടോ നിന്റെ ജീവിതത്തിൽ? പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, ശരിക്കും ദുആ ചെയ്യും. നമ്മളൊക്കെ ദുആ ചെയ്യും. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. 2 ചുമലിന്റെ നേരെ കൈകൾ ഉയർത്തുക എപ്പോഴും വേണ്ടതാണ്, നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. മുത്തനജ്ജീസായ കരമാണെങ്കിൽ ഉയർത്താൻ പാടില്ല. മുത്തനജ്ജീസ് എന്ന് പറഞ്ഞാൽ കയ്യിൽ അഴുക്ക് പറ്റി, നജസ് പറ്റി എങ്കിൽ തീർച്ചയായിട്ടും ആ കൈ കൊണ്ട് റബ്ബിന്റെ മുന്നിലേക്ക് ഉയർത്തരുത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ, ഒളു എടുത്ത് നല്ല വൃത്തിയായി കൈയും കാലും ഒക്കെ കഴുകിയിട്ട് കിബിലയ്ക്ക് നേരെ ഇരുന്നിട്ട് വേണം ദുആ ചെയ്യാൻ. എങ്കിലെ വലിയ ബലമുണ്ടാവുമല്ലോ. അല്ലാഹു സ്വീകരിക്കട്ടെ. മുഖത്തോടടുത്തിരു കൈകളും നീട്ടേണ്ടതാ,
തിരിക്കാതെ ചേർത്തു പിടിച്ചു പ്രാർത്ഥിക്കേണ്ടതാ. ഇങ്ങനെ ദ്വാരക്കണം. ഇതാണ് ദ്വാ ചെയ്യുക. മുഖത്തോട് ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ദ്വാരക്കണം. അങ്ങനെയൊക്കെ ദ്വാ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ തഹജ്ജുദിനൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഒന്നും അങ്ങനെ ഒന്ന് ദ്വാ ചെയ്ത് നോക്കി. നിങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് റബ്ബിനോടൊരു കാര്യം ചോദിച്ചു നോക്കി. നിങ്ങൾ ഈ ദ്വാ ചെയ്യുമ്പോൾ നമ്മുടെ മജ്‌ലിസിലൊക്കെ ദ്വാരക്കുമ്പോൾ നിങ്ങൾ വീട്ടിലിരിക്കുന്നവർ ഇങ്ങനെ ചാരികസേരി മുസ്ലിയാരെ ദ്വാരെന്നോ എന്ന് പറഞ്ഞുകൊണ്ട് കടക്കാതെ നിങ്ങളൊന്ന് എഴുന്നേറ്റിരുന്ന് നല്ല റാഹത്തായിട്ട് ഇരുന്നിട്ട് ആമീൻ പിടിച്ചു നോക്കി. എന്നാ കൂടുതലൊന്നും ആമീൻ പിടിക്കേണ്ടി വരില്ല. അതിനു മുമ്പ് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടും. നല്ലതുപോലെ ആമീൻ പിടിച്ചു ഈ പറയുന്ന രീതിക്ക് ചെയ്താൽ ഗുണമുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഖത്തോടടുത്തിരു കൈകളും നീട്ടേണ്ടതാ, പിരിക്കാതെ ചേർത്തു പിടിച്ചു പ്രാർത്ഥിക്കേണ്ടതാ. ഇതുപോലെ തിരുനബി ചെയ്യലും പതിവുള്ളതാ എന്നിബ്നു അബ്ബാസ് എന്നവർ പറയുന്നതാ. ഇതുപോലെ തന്നെ ഹിയാ ഒന്നിൽ വന്നതാ 235 വിവരിച്ചതാ. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെതാകുന്ന പ്രസിദ്ധമായ ഗ്രന്ഥമാണല്ലോ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന മഹനീയമായ ഗ്രന്ഥം. അതിൽ വ്യക്തമായി അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ 2 കൈകൾ ചേർത്ത് പിടിച്ച് ചുമരിന്റെ നേരെ ഉയർത്തി തൻ്റെതാകുന്ന മുഖത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ഉന്നതനായ വ്യക്തിത്വമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൈ താഴ്ത്തി ദ്വാരക്കാൻ അനുയോജ്യ നബിയാ എന്ന് പറഞ്ഞാല് നബി ദ്വാരന്നാൽ ഏറ്റവും വലിയ സൃഷ്ടികൾ ഏറ്റവും ഉന്നമനല്ലേ എന്നെങ്കിലും കരുതാം. നമ്മൾ ഏറ്റവും വലിയ ദില്ലത്തിന്റെ അഹ്ലുകാരാ, നിന്ദയുടെ അഹ്ലുകാരാ. അള്ളാഹു നമ്മളെയൊക്കെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. ശബ്ദം അടക്കി ഒതുക്കി വേണം നാലിതാ, ശബ്ദം കടുത്താൽ അതിന് അദബില്ലാത്തതാ. ശബ്ദം അടക്കി ചോദ്യമായി സക്കരിയ, അതിനാൽ റബ്ബ് സ്തുതിച്ചതാ നബിയ. അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു ബധിരനും മോഹനമാണെന്നുള്ള ചിന്തയിൽ ഒരിക്കലും ചോദിക്കരുത്. അള്ളാഹു സർവ്വതും കേൾക്കുന്നവനാണ് എന്നുള്ള ബോധത്തിൽ തന്നെ വളരെ പതുക്കെ ശബ്ദം താഴ്ത്തിക്കൊണ്ട് ചോദിച്ചാലും അള്ളാഹു കേൾക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടാവണം. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം അങ്ങനെ ചോദിച്ചതായ വ്യക്തിയാണ്. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ് ലീ മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. فنادته الملائكة وهو قائم يصلي في المحراب أن الله يبشرك بيحيى مصدقا بكلمة من الله وسيدا وحصورا ونبيا من الصالحين. ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മഠത്തിലിരുന്നു കൊണ്ട് രഹസ്യമായി പടച്ച റബ്ബിനോട് ശബ്ദം താഴ്ത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചപ്പോ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബതൻ, അള്ളാഹുവേ എനിക്കൊരു പരിശുദ്ധനായ സാലിഹായ പൊന്നുമോനെ എനിക്ക് നീ നൽകണേ അല്ലാ എന്ന് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം നൽകിയെന്ന് വിശുദ്ധമായ ഖുർആൻ. ഫനാദതുഹുൽ മലായികതു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്
ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം പിന്നീട് നിസ്കരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ മുഖേന അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇന്നാ നുബശ്ശിറുക ബിഗുലാം ഇസ്മുഹു യഹ്യാ, നിനക്ക് നാം യഹ്യ എന്ന ഒരു മകനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. നീ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മഠത്തിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥന അല്ലാഹു കബൂലാക്കി എന്ന് മലക്കുകൾ മുഖേന ബഹുമാനപ്പെട്ട സക്കരിയ നബിക്ക് സന്തോഷ വാർത്ത അറിയിച്ചു എന്ന് വിശുദ്ധമായ ഖുർആൻ. ഉണ്ടോ? ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായ സംഭവം പറയുന്നുണ്ട്. വിശാലമായ ഒരു ചരിത്രമാണ്. ഞാൻ ചുരുക്കി പറയാൻ, ശബ്ദം മടക്കി ചോദ്യമായി സക്കരിയ, അതിനാൽ റബ്ബ് സ്തുതിച്ചതാ നബിയ. മറിയം അതിൽ ഇത് വന്നതാണ് ജലിയ, അതുപോലെ തന്നെ ദുആയിരക്ക് ഖഫിയ. അതുകൊണ്ട് വളരെ ശബ്ദം താഴ്ത്തിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. ഒച്ചപ്പാടുണ്ടാക്കി വലിയ കോലാഹലം സൃഷ്ടിച്ചൊന്നും ദുആ ചെയ്യണ്ട. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ദുആ ചെയ്യുന്നതിന്റെ 4ാമത്തെ മര്യാദയാണ് ഈ പറയുന്നത്. ഇതൊക്കെ എഴുതി വെച്ചോണം, എക്സാമിന് ചോദിക്കും. ശബ്ദം അടക്കി ദുആ ചെയ്യുക, അതാണ് 4ാമത്തത്. ദുആ ചെയ്യുന്നതിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. പലരും ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ അൽഹംദുവും അതുപോലെ തന്നെ സ്വലാത്തും വിട്ടുപോകാറുണ്ട്. അങ്ങനെ വരാൻ പാടില്ല, വളരെ ശ്രദ്ധിക്കണം. ഹംദും സ്വലാത്തും എല്ലാത്തിനും വേണം. ഏത് ദുആ ചെയ്താലും അതിന്റെ തുടക്കത്തിലും അവസാനത്തിലും ഹംദ് വേണം. ഫത്ഹുൽ മുഈനിൽ കാണാം, യുസന്നു ഇഫ്തിതാഹു ദുആഇ ബിൽഹംദുലില്ലാഹ് വസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഖത്മു ബിഹിമാ. ദുആ ആരംഭിക്കുന്നത് തന്നെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു വേണം ദുആ ആരംഭിക്കാൻ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. മാത്രമല്ല ഹംദും സ്വലാത്തും കൊണ്ട് തന്നെ ദുആ അവസാനിപ്പിക്കണം. വബി ആമീൻ, ആമീൻ കൊണ്ടും അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് നമ്മളൊക്കെ അവസാനം ദുആ ചെയ്യുന്നതിന്റെ അവസാനം പറയുന്നത് എന്ത്? ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ വേണമെന്നാണ്. ഹംദും സലാത്തും കൊണ്ട് തുടങ്ങി ഹംദും സലാത്തും കൊണ്ട് അവസാനിപ്പിച്ച് അവസാനം ആമീൻ എന്നുകൂടി പറയണം. ആമീൻ എന്നുകൂടി പറഞ്ഞിട്ട് വേണം ദുആ അവസാനിപ്പിക്കാൻ. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ രക്ഷപ്പെടും കേട്ടോ. ശ്രദ്ധിക്കുന്നവർക്ക് ഗുണമാണ്. وتأمين مأموم سمع دعاء الإمام. മഅ്മൂമീങ്ങൾ ആമീൻ പറയണം. എന്ന് പറഞ്ഞാൽ ഇമാമും ജമാഅത്തുമായി നമസ്കരിക്കുന്ന നമസ്കാരത്തിന്റെ സന്ദർഭത്തിൽ ഇമാം ദുആ ചെയ്യുന്ന വേളയിൽ പിന്തുടർന്ന് നിസ്കരിക്കുന്നതാകുന്ന വ്യക്തികൾ, അവർക്കാണല്ലോ മഅ്മൂം എന്ന് പറയുക. അങ്ങനെയുള്ളതാകുന്ന വ്യക്തികൾ, പിന്തുടർന്ന് നിസ്കരിക്കുന്നവരെല്ലാവരും അവർ ആമീൻ പറയണം. അങ്ങനെയാണ്. രണ്ട് ചുമലിന്റെ നേരെ ശുദ്ധിയുള്ള രണ്ട് കരങ്ങളും ഉയർത്തണം. ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, മുത്തനജ്ജിസായ കരം ഉയർത്താൻ പാടില്ല, നജസ് പറ്റിയ കരം ഉയർത്താൻ പാടില്ല. ശുദ്ധിയുള്ള കരങ്ങൾ കൊണ്ട് വേണം റബ്ബിനോട് ദുആ ചെയ്യാൻ. രണ്ട് കൈകളും ചുമലിന്റെ നേരെ, രണ്ട് ചുമലിന്റെ നേരെ ഉയർത്തണം, മുഖത്തോട് ചേർത്ത് പിടിച്ച്. അങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്. മാത്രമല്ല ദുആ കഴിഞ്ഞാൽ മുഖം രണ്ട് കൈകൊണ്ടും തടവണം. മനസ്സിലാക്കേണ്ട വിഷയം, അത് മനസ്സിലാക്കേണ്ട വിഷയം. മിക്ക ആളുകളും ചിലരെന്ത് ചെയ്യാൻ ഇങ്ങനെ കൈ മുത്തും, കൈ കൊണ്ടൊന്നും ഇങ്ങനെ ചുണ്ടേൽ കൊണ്ടൊന്നും ഇങ്ങനെ മുത്തും. അതിന് യാതൊരുവിധ അസുലുമില്ല. മനസ്സിലാക്കണം. കിബിലയ്ക്ക് നേരെ അഭിമുഖമായിരിക്കുക. അതോടൊപ്പം തന്നെ ദുആ ചെയ്യുന്ന സമയത്ത് അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് കൊണ്ട് തുടങ്ങുക, സ്വലാത്ത് കൊണ്ടും ഹംദ് കൊണ്ടും അവസാനിപ്പിക്കുക, ആമീൻ പറഞ്ഞ് അവസാനിപ്പിക്കുക.
രണ്ട് കൈയും ചുമലിന്റെ നേരെ ഉയർത്തുക. ദുആ കഴിയുമ്പോ മുഖം ഇങ്ങനെ ഒന്നായിട്ട് തട. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അങ്ങനെ വേണം. മുഖം തടകണം. അതാണ് വേണ്ടത്. എനിക്ക് അസിലുണ്ട്. ഇതൊക്കെ കിതാബിൽ പണ്ഡിതന്മാര് പറയുന്നതാണ്. വളരെ ശ്രദ്ധിക്കണം. നമ്മൾ നിസ്കാരത്തിൽ തടവാൻ പാടില്ല. ലാ മസ്ഹുൻ ഐ ഫി സ്വലാത്തി. പണ്ഡിതന്മാർ പറയുന്നുണ്ട് നിസ്കാരത്തിൽ തടവാൻ പാടില്ല. ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലൊരു മസല പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. സുബഹിക്ക് ഖുനൂത്ത് ഓതി അതിന്റെ അവസാനം എത്തുമ്പോ എല്ലാവരും എന്താ ചെയ്യാ? എല്ലാവരും എന്ത് ചെയ്യാ? മിക്ക ആളുകളും ഉണ്ട് കൈ ഇങ്ങനെ റാഹത്തായിട്ട് മുത്തിയിട്ട് പോകും. ചില ആൾക്കാർ ചിലരിങ്ങനെ കൈ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് പോകും. എന്തോ കയ്യിലെന്തോ വന്ന് കിട്ടിയിട്ടുണ്ട്, അപ്പൊ അത് താഴെ വീണ് ഉടയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് പതുക്കെ പോകും. അലച്ചും കെട്ടി വീഴായിരുന്ന കൊള്ളാം. കാരണം സുജൂദിലോട്ട് പോവാൻ. സുജൂദിലോട്ട് പോകുമ്പോൾ ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ല. ദുആ കഴിഞ്ഞാൽ പിന്നെ അത് കൈ രണ്ട് താഴ്ത്തി നേരെ ഇടുക. നമ്മൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് താഴെ താഴ്ത്തി ഇടത്തില്ല. അതേപോലെ നമ്മുടെ കുനൂത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം കൈ താഴ്ത്തിയിടുക. കൈ താഴ്ത്തിയിട്ടതിന് ശേഷം നേരെ നമ്മൾ മുട്ടിലേക്ക്, തുടയിലേക്ക്, ഇങ്ങനെ മുട്ടിന്റെ തൊട്ട് മുകളിൽ ഭാഗം അവിടെ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ട് പതുക്കെ നേരെ സുജൂദിലേക്ക് പോവാണ് വേണ്ടത്. ആദ്യം മുട്ട് വെക്കുന്നു, പിന്നെ രണ്ട് കൈകളും വെക്കുന്നു. അങ്ങനെയാ വേണ്ടത്. ചിലർ ആദ്യം തന്നെ കൈ കൊണ്ടുവന്ന് ഇങ്ങനെ കടക്കാൻ പോകുന്ന പോലെയാണ്. നേരെ പടുത വിരിച്ചിട്ട് കടക്കാൻ പോകുന്ന പോലെ ചാടി രണ്ട് കൈ കൊണ്ട് നീട്ടി അങ്ങോട്ട് കൈയാണ് ആദ്യം കൊണ്ട് വെക്കുക. അങ്ങനെയല്ല വെക്കണ്ടേ. അതിനാണ് വേണ്ടത്. ആദ്യം രണ്ട് മുട്ടാണ് വെക്കേണ്ടത്. ആ രണ്ട് മുട്ട് വെക്കണമെങ്കിൽ കൈ രണ്ടും നമ്മുടെ ഈ മുട്ടിന്റെ മുകളിൽ ഒരു ചെറിയൊരു പ്രസ് കൊടുത്ത് പതുക്കെ അങ്ങനെ കൊണ്ടുപോകണം. ഇനി പ്രായമായി സുഖമില്ല, അവർക്ക് കൈ കുത്തിയെങ്കിൽ ചിലർക്ക് അങ്ങനെ ചെയ്ത് ശീലിക്കും. അങ്ങനെയുള്ളവരുടെ കാര്യമല്ല. അവര് ഓക്കെ കൈ പതുക്കെ ആദ്യം കൊണ്ട് മുത്തിച്ച്, അവർക്ക് ബുദ്ധിമുട്ടുള്ളവരാണ്. പരമാവധി ഇങ്ങനെ തന്നെ ശീലിക്കണം. ആദ്യം മുട്ടാണ് വേണ്ടത്. ആദ്യം രണ്ട് കാൽമുട്ടുകളാണ് അവിടെ പോയി മുട്ടിക്കേണ്ടത്. അതിനുശേഷമാണ് രണ്ട് കൈകളും പരിപൂർണമായി മുട്ടിക്കേണ്ടത്. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. പല ആളുകളും ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ദുആ ചെയ്ത് കഴിയുമ്പോൾ, കുനൂത്ത് കഴിയുമ്പോൾ. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ശരിയല്ലേ ഞാൻ പറഞ്ഞു? ഇങ്ങനെ കൊണ്ടുപോകുന്നതായിട്ട് വളരെ ശ്രദ്ധിക്കണം. അങ്ങനെയൊന്നുമില്ല. ദുആ കഴിഞ്ഞാൽ കൈ താഴ്ത്തിയിടണം. അതുപോലെ തന്നെ ദുആ കഴിഞ്ഞാൽ രണ്ട് കൈ കൊണ്ട് മുഖവും തടവണം എന്നുണ്ട്. തടവാതെ കൈ ചിലർ മുത്തല പതിവിന്ന് അസിലില്ലതിന് ബുജൈരിമി പറയുന്നു. കൈ രണ്ടും കൊണ്ടും നബി മുഖം തടവുന്നതായി ഉമർ ബിൻ ഖത്താബ് എന്നവർ പറയുന്നതായി. മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. കൈ രണ്ടും ഇങ്ങനെ മുട്ടുക. അതിന് യാതൊരു അസുഖമില്ല, അടിസ്ഥാനമില്ല. അതിനടിസ്ഥാനമില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോ. നല്ലത് ഒരു മസലയാണ് പറഞ്ഞത്. അപ്പൊ ശബ്ദം അടക്കി ദുആ ചെയ്യുക. ദുആഇന്റെ ചില സുന്നത്തുകൾ നമ്മൾ പറഞ്ഞു. ഹംദും സ്വലാത്തും ശ്രദ്ധിക്കുക. അതിന്റെ അവസാനത്തിലും വേണം, തുടക്കത്തിലും വേണം. ആമീൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. കൈ രണ്ടും ചുമലിന്റെ നേരെ ഉയർത്തുക. ഖിബിലയ്ക്ക് നേരെ തിരിഞ്ഞു ദുആ ചെയ്യുക. മുഖം തടവുക പരിപൂർണമായി. ദുആ കഴിഞ്ഞതിന് ശേഷം നിസ്കാരത്തിൽ തടവണ്ട. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നിസ്കരിക്കുന്ന സമയത്ത് ദുആ ചെയ്യുന്ന വേളയിൽ അങ്ങനെ തടവണ്ട. നിസ്കാരത്തിലല്ലാത്തപ്പോഴാണ് മുഖം തടവാൻ പറഞ്ഞത്. നിസ്കാരത്തിൽ ഖുനൂത്ത് കഴിഞ്ഞാൽ പോലും നേരെ കൈ താഴ്ത്തിയിട്ടിട്ട് നേരെ സുജൂദിലേക്ക് പോകണം. വളരെ ശ്രദ്ധിക്കണം. അഞ്ചാമതായി വേണ്ടുന്ന ഒന്നാണ് ഇത്. പ്രാസം കലർന്ന ദുആ ഹദീസിൽ ഉള്ളതാ.
അതുപോലെ തന്നെ ദുആയിരക്ക് ഖഫിയ പ്രാസത്തിലായി പ്രാർത്ഥിക്കുവാൻ തുനിയണ്ട, താഴ്മയ്ക്ക് ഭംഗം നേരിടും അതുകൊണ്ട. പ്രാസത്തിലല്ല സോദര കഴമ്പുള്ളത്, അഞ്ചാമതായി വേണ്ടുന്ന ഒന്നാണ് ഇത്. ശ്രദ്ധിക്കണേ ഇത്. ചില ആളുകൾ ഇങ്ങനെ അറബി ദുആ വെക്കുമ്പോൾ തന്നെ നല്ല പ്രാസം ഒപ്പിച്ച് ദുആ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെന്താ, നബിതങ്ങളുടെ ചില ഹദീസിൽ വന്ന ദുആ ഉണ്ട്, കേൾക്കുമ്പോ നല്ല പ്രാസമാണ്, നമുക്ക് തോന്നും. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലക്ഷ്യം പ്രാസമൊന്നുമില്ല, അങ്ങനെ ദുആ ചെയ്തതാണ്. ദുആ ചെയ്തപ്പോ പ്രാസം ഒത്തു വന്നു എന്ന് മാത്രം. അല്ലാതെ ജനങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി, കേൾക്കുമ്പോൾ നല്ല രസമുണ്ടാകാൻ വേണ്ടി പ്രാസം ഒപ്പിച്ച് ദുആ വെക്കുമ്പോൾ അതിൽ ഇഖ്ലാസ് ഉണ്ടാവുകയില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അഞ്ചാമത്തത് അതാണ്, പ്രാസം ഒപ്പിച്ച് ദുആ ചെയ്യാൻ പാടില്ല. ഇനി ഒരാൾ അങ്ങനെ ദുആ ചെയ്തപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയി, അതിന് കുറ്റം പറയേണ്ടതില്ല. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനകളിൽ ചിലത് അങ്ങനെ വന്നിട്ടുണ്ട്. അതാണ് പറയുന്നത്, പ്രാസം കലർന്ന ദുആ ഹദീസിൽ ഉള്ളതാ, പ്രാസം നബിക്കൊരു ലക്ഷ്യമല്ലത് വന്നതാ. നബി ദുആ ചെയ്തപ്പോ അങ്ങനെ പ്രാസം വന്നുപോയി, നബിക്ക് അങ്ങനെ ഒരു ലക്ഷ്യമേ ഇല്ലായിരുന്നു. പക്ഷെ ദുആ ചെയ്തപ്പോൾ അങ്ങനെ പ്രാസം സംഭവിച്ചു പോയി, അതുകൊണ്ട് പ്രശ്നമില്ല. നബിയുടെ ദുആ ചെയ്തു ചിലർ, അങ്ങനെ കടമെടുത്ത് ദുആ വെക്കുന്നു. നമ്മളൊക്കെ ദുആ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ആണ്. അപ്പൊ അത് ദുആ വെക്കുന്നത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇത് പ്രാസം ഒപ്പിച്ചിട്ടാണ് ദുആ വെക്കുന്നത് എന്ന് കരുതണ്ട. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത ദുആകളാണത്. അതിന് നബിക്കൊരിക്കലും പ്രാസം ലക്ഷ്യമല്ലായിരുന്നു. എന്തിനാ പ്രാസം വേണ്ടാന്ന് പറയാനും കാരണം അതിന് ഒരു താഴ്മയ്ക്കൊരു ഭംഗി വരും. മാത്രമല്ല ഒരു ഇഖ്ലാസ്, പരിപൂർണമായ നിഷ്കളങ്കത അവിടെ ഉണ്ടാവുകയില്ല. അതാണ് മനസ്സിലാക്കുന്നത്. കാരണം നിഷ്കളങ്കത, ഭയഭക്തി നിർബന്ധമായിട്ടും വേണമല്ലോ. ആറാമതായി പറയുന്നത് അത് തന്നെയാണ്. ഇതാ കേട്ടോ, ആറാമതായി ഭയഭക്തിയും വേണ്ടുന്നതാ, അതോടെ താഴ്മയിൽ തന്നെ യാചിക്കേണ്ടതാ. വളരെ താഴ്മയിൽ, വിനയത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ വേണം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കാൻ, റബ്ബിനോട് ചോദിക്കാൻ. അല്ലാതെ നമ്മൾ ചോദിക്കാൻ പാടില്ല. ആറാമതായി ഭയഭക്തിയും വേണ്ടുന്നതാ, അതോടെ താഴ്മയിൽ തന്നെ യാചിക്കേണ്ടതാ. ദാസന്റെ താഴ്മയിലുള്ള ചോദ്യം റബ്ബിനും സന്തോഷമുള്ളത് തന്നെയാ നംലാക്കിനും. വിനയത്തോടുകൂടി അള്ളാഹുവിനോട്, ഖാലിഖായ, റാസിഖായ, ബാരിആയ, മുസവ്വിറായ, ഗഫാറായ, ഖഹാറായ പടച്ച റബ്ബിനോട് നമ്മൾ ചോദിക്കുമ്പോ അള്ളാഹുവിന് വലിയ പ്രിയമാണ്, ഇഷ്ടമാണ്. മാത്രമല്ല മലക്കുകൾക്ക് വലിയ സന്തോഷമുണ്ടാകും. മലക്കുകൾ അത് കാരണമായി സന്തോഷിക്കും. കാരണം ഈ അടിമ റബ്ബിനോട് പരിപൂർണമായ ഉബൂദിയത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം പടച്ച റബ്ബിനെ വെച്ചു കൊടുത്തുകൊണ്ട് അവന് പരിപൂർണമായ റബ്ബിലേക്ക് നമ്മൾ ശിരസ്കരായി ദുആ ചെയ്യുകയാണ്. ഇതോർത്തുകൊണ്ട് മലക്കുകൾ സന്തോഷിക്കും. അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പ്രാസം എന്താണെന്ന് അല്ലേ? പ്രാസം എന്താ? ഒരു ഉദാഹരണം പറഞ്ഞുതരാം, കേട്ടോ. നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. اللهم ارزقنا بالالف ألفة وبالباء بركة وبالتاء توبة وبالثاء ثوابا وبالجيم جمالا وبالحاء حكمة وبالخاء خيرا وبالدال دليلا وبالذاء ذكاء وبالراء رحمة وبالزاء زكاة وبالسين سعادة وبالشين شفاء وبالصاد صدقا وبالضاد ضياء وبالطاء طراوة وبالله
ظفرا وبالعين علما وبالغين غنى وبالفاء فلاحا وبالقاف كربة وبالكاف كرامة وباللام لطفا وبالميم موعظة وبالنون نورا وبالواو وصلة وبالهاء هداية وبالياء يقينا ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ. ഇതൊരു ഉദാഹരണമാണ്. ഇത് നമ്മൾ ദുആ ചെയ്യുന്നത് എപ്പോഴാ? ഇതിപ്പോ ഖത്മുൽ ഖുർആന്റെ ദുആ ആണ്. ഖുർആൻ ഖത്തം തീർക്കുമ്പോൾ ദുആ. അപ്പൊ കേൾക്കുമ്പോ കണ്ടില്ലേ അതിനൊരു ഇമ്പമുണ്ട്, രസമുണ്ട് അല്ലേ? അല്ലാഹുമ്മ ർസുഖ്നാ ബിൽ അലിഫി ഉൽഫത്തൻ, അലിഫ് എന്ന ബറക്കത്തിൻ്റെതാകുന്ന അക്ഷരത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ നൽകണേ, ഉൽഫത്ത് നൽകണേ, പരസ്പരം ഇണക്കം നീ നൽകി അനുഗ്രഹിക്കണേ. ഒബിൽ ബാഇ ബറക്കത്തൻ, കേൾക്കുമ്പോ തന്നെ രസമുണ്ട്. ബാ എന്ന അക്ഷരത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ജീവിതത്തിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. വബിത്താഇ തൗബത്തൻ, താ എന്ന അക്ഷരത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ തൗബയെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതാണ് പ്രാസം. പ്രാസം എന്നുള്ളത് ഒരു മലയാള വാക്കാണ്. തിരിയാത്തത് കൊണ്ടാണ്, കമന്റ് ചോദിച്ചത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഉദാഹരണം, അല്ലാഹുമ്മ ർസുഖ്നാ ബിൽ അലിഫി ഉൽഫത്തൻ വബിൽ ബാഇ ബറക്കത്തൻ വബിത്താഇ തൗബത്തൻ, ഇങ്ങനെ കേൾക്കുമ്പോ അല്ലാഹ് തൻ തൻ തുൻ തിൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഹായിയാടാ നല്ല രസമുണ്ട്, റാഹത്ത് ഇങ്ങനെ തോന്നും. ഇത് പ്രാസം ഒപ്പിച്ച് നമ്മൾ ദുആ ചെയ്യല്ല, മറിച്ച് അങ്ങനെ ദുആ വന്നിട്ടുള്ളതാണ്, മഹാന്മാരിൽ നിന്ന് വന്നിട്ടുള്ള ദുആകളാണ്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത ഇഷ്ടംപോലെ ദുആകളുണ്ട്. اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معصيتك ومن طاعتك ما تبلغنا به جنتك ومن اليقين ما تهون به علينا مصائب الدنيا ومتعنا اللهم بأسماعنا وأبصارنا وقواتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا وانصرنا على من عدانا اللهم لا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا وكف أيدي الكافرين والمنافقين والظالمين والحاسدين والنمامين والفتانين والمغتابين والفجار والفساق يا الله ആമീൻ ബിറഹ്മതിക. അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോ ഇങ്ങനെ കേൾക്കുമ്പോ എന്ത് രസം അല്ലേ? അതാണ് പ്രാസം. അപ്പൊ ആ പ്രാസം ഒപ്പിച്ചിട്ട് ദുആ ചെയ്യാതിരിക്കലാണ് നല്ലത്. പിന്നെ ഈ ദുആകളൊക്കെയോ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ശ്രേഷ്ഠമായ ദുആകളാണ്. നബി അങ്ങനെ ദുആ ചെയ്തത് എന്തേ? നബി ഒരിക്കലും പ്രാസം ഒപ്പിച്ച് ദുആ ചെയ്യുന്നതല്ല, മറിച്ച് നബിയുടെ ഫസാഹത്തും ബലാഗത്തും വലിയ സാഹിത്യ പടുവല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണല്ലോ അതുകൊണ്ട് ഖുർആൻ അവതീർണമായത്. ഏറ്റവും വലിയ ഫസാഹത്തിന്റെ ഗ്രന്ഥമാണല്ലോ പരിശുദ്ധമായ ഖുർആൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തപ്പോൾ അങ്ങനെ പ്രാസം വന്നുപോയി എന്നുള്ളതാണ് മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ സ്വാലിഹീങ്ങൾ ചേർക്കട്ടെ. അപ്പൊ നമ്മൾ ഇന്ന് 4, 5, 6 3 എണ്ണം പഠിച്ചു. ഇൻഷാ അല്ലാഹ് നാളെ കൊണ്ട് നമുക്കത് പൂർത്തീകരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിച്ചു തരട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി നൽകട്ടെ. ഈ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നമ്മൾ പഠിച്ചു വെക്കണം, എഴുതി വെക്കണം. ഇത് എഴുതിയും പഠിച്ചും മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കൊണ്ടുവരണം. നമ്മളൊക്കെ എല്ലാ നിസ്കാരത്തിന് ശേഷം ഒരു 5 മിനിറ്റെങ്കിലും ദുആ ഇരുന്ന് ശീലിക്കുന്നവരാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. തുടക്കത്തിൽ ഹംദും സലാത്തും കൊണ്ടുവരിക, അവസാനത്തിലും കൊണ്ടുവരിക, ഖിബലയ്ക്ക് നേരെ തിരിഞ്ഞിരുന്നോട്ടാകുക, ശുദ്ധിയോടുകൂടിയാവുക, കയ്യിൽ പ്രത്യേകിച്ചും ശുദ്ധിയോ നിർബന്ധമാക്കുക. അള്ളാഹുവിനോട് വളരെ വിനയത്തോടുകൂടി താഴ്മയിൽ അള്ളാഹുവിനോട് ചോദിക്കുക, നല്ല സന്ദർഭത്തിൽ ചോദിക്കുക, നല്ല സമയങ്ങളിൽ പ്രത്യേകമായി ഗൗനിക്കുക. അങ്ങനെ നമ്മൾ റബ്ബിനോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അള്ളാഹു നമുക്ക് ഉത്തരം നൽകും. ദുആന്റെ അവസാനം ആമീൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. ഇരു ചുമലിന്റെ നേരെ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുക. 2 കൈകളും ചേർത്ത് പിടിച്ചിട്ട് ദുആ ചെയ്യുക. മുഖം പരിപൂർണമായി തടവി അവസാനിപ്പിക്കുക. അപ്പോ പ്രാർത്ഥനയുടെ 10 അദബുകൾ, അതിൽ 6 എണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന് സമയം ശ്രദ്ധിക്കുക, മറ്റൊന്ന് സന്ദർഭങ്ങൾ ശ്രദ്ധിക്കുക, മൂന്നാമത്തേത് ഖിബലയ്ക്ക് നേരെ മുന്നിട്ടുകൊണ്ട് ദുആ ചെയ്യുക, 4
ശബ്ദം താഴ്ത്തിക്കൊണ്ട് ദുആ ചെയ്യുക. അഞ്ചാമത്തത് പ്രാസമില്ലാത്ത നിലയ്ക്ക് ദുആ ചെയ്യുക. 6 വളരെ ഭയഭക്തിയോടുകൂടി വേണം ദുആ ചെയ്യാൻ. അല്ലാഹുവിനോടാണ് ദുആ ചെയ്യുന്നത്. ഒരു വേണം, നല്ല ഭയഭക്തി വേണം. 7, 8, 9, 10 വേഗം പറഞ്ഞു പോകണം. 4 വേഗം ഒന്ന് കേട്ടോ. ഇത് കേട്ടോ, ഇത് പഠിച്ചു വെച്ചോ. അള്ളാഹു തൗഫീഖ് തരട്ടെ. എഴുതി വെക്കണം. ഇന്നൊരു പ്രായം ചെന്ന് ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് ഈ മൊബൈലിനകത്ത് ടൈപ്പ് ചെയ്ത് അയക്കാനൊന്നും അറിയില്ല, എഴുത്തറിയാം, അതെനിക്ക് വശയില്ല. ഉസ്താദ് ഇന്നലെ പറഞ്ഞിട്ടുള്ളതും അതുപോലെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറയുന്നതും ഒക്കെ ഞാൻ എഴുതി വെക്കുന്നുണ്ട്, ഒന്നുപോലും വിട്ടുപോയിട്ടില്ല. ഇന്ന് ഉസ്താദ് 6 പറഞ്ഞു നിർത്തിയതിന്റെ ഏതെല്ലാം കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിരുന്നു. മുഖം തടവണമെന്ന് പറഞ്ഞത് വരെ, ദുആഇന്റെ അവസാനത്തിൽ അത് ചെയ്യണമെന്ന് പറഞ്ഞത് വരെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പ്രായം ചെന്ന ഉമ്മയാണ്. അല്ലാഹു ഉമ്മാക്ക് ബർക്കത്ത് ചെയ്യട്ടെ. 69 വയസ്സുണ്ടെന്ന് പറഞ്ഞാണ് അവർ പരിചയപ്പെടുത്തിയത്. അല്ലാഹു അവർക്ക് ബർക്കത്ത് തിരിയട്ടെ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്. ഇത്രയേറെ പ്രായമുള്ള ആളുകൾക്ക് വരെ അറിവ് ലഭിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഇപ്പോൾ എഴുതി വെച്ചാൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വലിയ ഉപോത്ബലകമാകും. നമുക്ക് മാത്രമല്ല, വളർന്നു വരുന്ന പുതുതലമുറ മക്കൾക്ക് വരെ പഠിപ്പിച്ചു കൊടുക്കാം. അത്ര വളരെ ലളിതമായ നിലയിൽ എന്നാൽ വിശാലമായ രീതിയിലാണ് നമ്മൾ ഈ മജ്‌ലിസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. ശ്രദ്ധിക്കണേ. 7-മത്തത്, ഉറപ്പോടു കൂടി തന്നെ ചോദ്യം വേണ്ടതാ. ആദാബതിൽ 7-മതായി ചെയ്യേണ്ടതാ. ഉറപ്പോടു കൂടി തന്നെ ചോദ്യം വേണ്ടതാ. ആദാബതിൽ 7-മതായി ചെയ്യേണ്ടതാ. ഉറപ്പോടുകൂടി വേണം ദുആ ചെയ്യാൻ. എന്ന് പറഞ്ഞാൽ അള്ളാഹു എനിക്ക് തരും എന്നുള്ള ഒരു വിശ്വാസം വേണം നമുക്ക്. അങ്ങനെ ചോദിക്കുമ്പോഴേ ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ. അതിനാണ്. അല്ലാതെ വെറുതെ നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യണമെന്ന് ഉസ്താദുമാര് പറഞ്ഞതിന്റെ പേരിൽ ഒരു തോന്നിവാസത്തിന്റെ ദുആ, ആർക്കാനും വേണ്ടി ഓക്കാനിക്കാന്ന് പഴയൊരു ഭാഷ പറയും. ആ രീതിയിൽ തോന്നിയിട്ട് ആർക്കോ വേണ്ടി ചെയ്യാം. നാട്ടുകാർ ശ്രദ്ധിക്കോ, അല്ലെങ്കിൽ ഉസ്താദുമാര് ശ്രദ്ധിക്കോ, ഇല്ലെങ്കിൽ ഈ ക്ലാസ്സിലൊക്കെ പങ്കെടുത്തതാ, ഇനി മകള് നമ്മളിങ്ങനെ ദുആ ചെയ്യുന്നില്ല എങ്കിൽ അവള് കുറ്റപ്പെടുത്തോ എന്ന് കരുതിയിട്ട് ഉമ്മ വലിയ കാര്യമായിട്ട് വലിയ ഔറാദൊക്കെ ചൊല്ലി ഭയങ്കര കാണിക്കുകയാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി. അങ്ങനെ ആകാൻ പാടില്ല. ഉറപ്പോടുകൂടി തന്നെ ദുആ ചെയ്യണം. ഉറപ്പായിട്ടും അള്ളാഹു ഉത്തരം നൽകുമെന്നുള്ള ചിന്തയിലും ശുഭപ്രതീക്ഷയിലുമായിട്ട് വേണം നമ്മൾ ദുആ ചെയ്യാൻ. എങ്കിൽ ഉത്തരം കിട്ടും. ഇതിനുത്തരം ചെയ്യുന്ന റബ്ബാനാഥന എന്നുള്ള ഉറപ്പിൽ ചെയ്യണം നീ പ്രാർത്ഥന. ആകാശഭൂമികൾ സകലതും അവനുള്ളതാ. അവനോടു തന്നവ മുഴുവനും തെണ്ടുന്നതാ. ആകാശഭൂമികളിലുള്ളതാകുന്ന സർവ്വവിധ വസ്തുക്കളും അള്ളാഹുവാണ് പടച്ചത്. അവനോടാണ് ഈ വസ്തുക്കൾ മുഴുവനും തേടുന്നത്, അവനോടാണ് യാചിക്കുന്നത് എന്നുള്ള ബോധ്യം നിന്റെ ഹൃദയാന്തരങ്ങളിൽ ഉണ്ടാകട്ടെ. അപ്പോഴേ ഈമാനിന്റെ ആന്തോളനം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവുകയുള്ളൂ. റബ്ബിനോട് ചോദിക്കാൻ നിനക്ക് തോന്നുകയുള്ളൂ. ഉറപ്പായിട്ടും ഈ പടച്ച റബ്ബുരാൻ എന്റെ ചോദ്യങ്ങൾക്ക് മുഴുവനും ഉത്തരം നൽകുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി നീ ചോദിക്കണേ. അങ്ങനെ വേണം ചോദിക്കാൻ. അവനുള്ള കഴിവിനതീതമായി യാതൊന്നും ഇല്ലെന്നുറച്ചോ സോദര നീയെന്നും. ഇവയൊക്കെ നീ ചിന്തിച്ചിരുന്നാൽ സംശയം ഇല്ലാതെ ചോദ്യം ചെയ്തിടും അത് നിശ്ചയം. അല്ലാഹുവാണ് എല്ലാം സൃഷ്ടിച്ചവൻ, പരിപാലിക്കുന്നവൻ, എല്ലാ കാര്യങ്ങളും നടത്തുന്നത് എന്നുള്ള ഒരു ബോധത്തോടുകൂടി നീ റബ്ബിനോട് നിശ്ചയം ഉറപ്പായിട്ടും അല്ലാഹു എനിക്കത് നൽകും എന്നുള്ള ഒരു ദാർഢ്യതയോടുകൂടി നീ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ചോദിച്ചാൽ നീ രക്ഷപ്പെടും. 8 കേട്ടോ. 8-മതായി ആവർത്തനം വേണ്ടുന്നതാ. അത് ഇബ്നു മസ്ഊദാൽ റിവായത്തുള്ളതാ.
എട്ടാമതായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ആവർത്തനം വേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ദുആ ചെയ്യുമ്പോൾ നമ്മൾ അല്ലാഹുവിനോട് ഒരു കാര്യം ചോദിച്ചു, അല്ലാഹു എനിക്ക് ഖൈറായ നില ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്, എന്റെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്, എന്റെ അന്ത്യം നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ഇങ്ങനെ ആവർത്തിച്ചു ചോദിക്കുക. അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. സൃഷ്ടികൾക്ക് അത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ശരിയല്ലേ? നമ്മളുടെ മുന്നിൽ ഒരാളിങ്ങനെ ചോദിക്കാം, അജിയാരെ വല്ലതും ഉണ്ടോ, അജിയാരെ ഇങ്ങനെ തോണ്ടി ചോദിക്കുക. എവിടെയെങ്കിലും ട്രാഫിക് ബ്ലോക്കിൽ പെടുമ്പോഴത്തേക്കും ഉടനെ ഓടി വന്ന് നമ്മുടെ ജനലിലേക്ക് 2-5-6 കൊട്ടും കൂടെ കൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ തലക്കിട്ട് ഒരു കൊട്ടും കൂടെ കൊടുത്തിട്ടേ പോകുള്ളൂ. അതാണ് നമ്മുടെ ആൾക്കാരുടെ സ്വഭാവ രീതി. ഇവൻ വരുമ്പോഴേ ഇവനെ കണ്ടുകൊണ്ട് തന്നെ അങ്ങോട്ട് നോക്കിയിരിക്കുക, തെക്കോട്ട് നോക്കിയിരിക്കുമ്പോഴത്തേക്ക് ഇവനുണ്ട് ഇവിടെ വന്നിട്ട് ഇതിനകത്തൊരുണ്ട് കൊട്ടുകൊട്ടും ചില്ലേല്. അവനെ ദേശിച്ച് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കാണ് ഒരു ചിരിയിരിക്കും. അവന്റെ പല്ല് കാണുമ്പോ, പല്ലിലെ കറ കാണുമ്പോ തന്നെ ഇവന് റാഹത്തായി. ദേഷ്യം ഒന്നും കൂടെ ഇരട്ടിച്ച്. 5 പൈസ കൊടുക്കത്തുമില്ല. നീ ഇവിടെ മുട്ടി എന്തിനാണെന്ന് ചോദിച്ചു ഓടിക്കുകയും ചെയ്യും. അവരിങ്ങനെ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക, പടച്ചവനെ ആ പച്ചലൈറ്റ് ഒന്ന് കത്തിയാൽ മതിയായിരുന്നു, വണ്ടി ഒന്ന് പോകാമായിരുന്നെന്നും പറഞ്ഞ് നമ്മളിരിക്കും. ഇതാണ് നമ്മുടെ അവസ്ഥ. എങ്കിൽ അല്ലാഹു തആല അങ്ങനെയല്ല. അല്ലാഹു തആലയോട് വീണ്ടും ചോദിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അവൻ. അതുകൊണ്ട് ആവർത്തനം വേണ്ടുന്നതാണ്. ആവർത്തനം വേണം. അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യം. എട്ടാമതായി ആവർത്തനം വേണ്ടുന്നതാ. അത് ഇബ്നു മസ്ഊദാൽ റിവായത്തുള്ളതാ. ആവർത്തനം സൃഷ്ടാവിന് ഇഷ്ടം കൂട്ടുമേ. അത് സൃഷ്ടികൾ കേട്ടാലുടൻ അവരാട്ടുമേ. ശരിയല്ലേ? സൃഷ്ടികൾ അത് കേട്ടാൽ അവരാട്ടും. കണ്ടോ തഴവ ഉസ്താദിന്റെ ആ ശൈലി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. മാഷാ അല്ലാഹ്, അല്ലാഹു അവരുടെ ദറജ ഉയർത്തട്ടെ. അല്ലാഹുവിന് വലിയ ഇഷ്ടമാണത്. സൃഷ്ടികൾക്ക് അത് ഇഷ്ടമല്ല, സൃഷ്ടികളാട്ടും. പ്രാർത്ഥിച്ചു മൂസ സോദരൻ ഹാറൂന, ആമീൻ പറഞ്ഞത് പിന്നെ 40. മാഷാ അല്ലാഹ്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ സഹോദരനാകുന്ന ഹാറൂൻ ആമീൻ പറയുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുകയാണ്. എത്ര ആമീനാണ് പറയുന്നത്? 40 ആമീനാണ് പറയുന്നത്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ആമീൻ 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 ആമീൻ. അങ്ങനെ ആമീൻ പറയാൻ ഒന്ന് ആലോചിച്ച് നോക്കി. 40 വട്ടം നമ്മളാണെ പറയാം അവന് തലയ്ക്ക് സുഖമില്ലെന്ന് തോന്നുന്നു. ഒരു ആമീൻ പറഞ്ഞാൽ പോരെ 40. എന്താ ആമീൻ 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 അവന് തലയ്ക്ക്. ആവർത്തിക്കുന്നത് അല്ലാഹു തആലക്ക് വലിയ ഇഷ്ടമാണ് എന്ന് മനസ്സിലായിക്കോ. നമുക്കത് കേൾക്കുമ്പോ തന്നെ നമുക്ക് അരിശം കൂടുക. അള്ളാഹുവിനത് വലിയ ഇഷ്ടമാണ്. മനസ്സിലായിക്കോ. വർഷം കഴിഞ്ഞാണ് ഉത്തരം അതുപോലെ ചെയ്യുന്ന റബ്ബാനമ്മളിൽ വഴി പോലെ. ക്ഷണമുത്തരം കിട്ടാത്തതിൽ മുഷിയണ്ട, പടിവാതിലിൽ നിന്നിട്ട് നീ ഒഴിയണ്ട. ഉസ്താദേ ദുആ ചെയ്യാൻ തുടങ്ങിയിട്ട് കൊല്ലമെത്രയായി? മക്കളില്ലാതെ വിഷമിക്കാൻ തുടങ്ങിയിട്ട് 9 കൊല്ലമായി, 5 കൊല്ലമായി, 15 കൊല്ലമായി, 25 കൊല്ലമായി. നിന്റെ മനസ്സിൽ ഒരിക്കലും അല്ലാഹുവിനോടുള്ളതാകുന്ന എതിർപ്പുണ്ടാവാൻ പാടില്ല. നിന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തിലേക്ക് പൊന്നുമോനെ പൊന്നുമോളെ നിങ്ങൾ പോകാൻ പാടില്ല. അല്ലാഹുവിനോട് വീണ്ടും വീണ്ടും ദുആ ചെയ്തുകൊണ്ടിരിക്കണേ. ഉദ്ഊനി, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കണേ. അസ്തജിബു ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് പറഞ്ഞത് അല്ലാഹുവാണ്. അതുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ ഇങ്ങനെ വാതിൽക്കൽ മുട്ടിക്കൊണ്ടേയിരിക്കുക. ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് മുമ്പായിട്ടവന്റെ വാതിലുകളെ തുറക്കുന്നതാണ്. ഇജാബത്തിന്റെ കവാടം അല്ലാഹു തുറക്കുന്നതാണ്. ക്ഷണമുത്തരം കിട്ടാത്തതിൽ മുഷിയണ്ട, പടിവാതിലിൽ ചെന്നിട്ട് നീ ഒഴിയണ്ട. പിന്തിക്കുവാൻ ചില കാരണം കണ്ടേക്കാം, അതുമാത്രമല്ലത് ഖൈറതിൽ വന്നേക്കാം.
ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആഇനെ നീ ചെയ്തിട്ട് പിന്തിച്ച് നിനക്ക് തരാതെ പിന്തിച്ചതിന്റെ കാരണം എന്താ? നിനക്ക് അപ്പോൾ തരാൻ അത്ര ഗുണമില്ല എന്ന് റബ്ബ് കരുതിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ മശിയത്ത് അങ്ങനെയായിരുന്നു, റബ്ബിന്റെ തീരുമാനം അങ്ങനെയാണ്. എല്ലാം റബ്ബ് തീരുമാനിക്കണമല്ലോ. നന്മയും തിന്മയും അല്ലാഹുവിൽ നിന്നുള്ളതാണെന്നുള്ള വിശ്വാസം അത് ഈമാനികമാണ്, ഈമാനിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് റബ്ബ് എനിക്കിപ്പോൾ നിശ്ചയിച്ചിട്ടില്ല, മക്കളെ തന്നിട്ടില്ല. ഞാൻ ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അള്ളാഹു എനിക്ക് നൽകിയിട്ടില്ല, അത് റബ്ബിന്റെ മശിയത്തില്ല, അള്ളാഹുവിന്റെ ഉദ്ദേശമില്ല. ഇൻഷാ അല്ലാഹ് കിട്ടും. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്നതിന് മടി കാണിക്കരുത്. ഇനിയിപ്പോ അത് ചോദിക്കുന്നൊന്നുമില്ല, കുറെ ആയല്ലോ ചോദിക്കാൻ. അങ്ങനെ ആകാൻ പാടില്ല, പ്രതീക്ഷ കൈവിടാൻ പാടില്ല. നമ്മൾ വീണ്ടും വീണ്ടും തേടിക്കൊണ്ടിരിക്കുക. ഇന്നും വിളിച്ചിരുന്ന ഒരു സഹോദരി വിഷമം പറഞ്ഞ് എത്ര ആളുകളാണ് ദിനേന അവരുടെ ഈ മക്കളില്ല എന്ന് പറഞ്ഞ സങ്കടം പറയുന്നവർ ധാരാളം. ഞാൻ അവരോട് എപ്പോഴും പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് ഇസ്തിഗ്ഫാർ, നിങ്ങൾ അധികരിപ്പിക്കണം. 1,00,000 ഏറ്റവും ചുരുങ്ങിയത് ചൊല്ലി തീർക്കണം. രണ്ടാമത്തത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും കുടുംബത്തിന്റെ മേലും ഒരു യാസീൻ മുടങ്ങാതെ ഓതണം. 3 ഏറ്റവും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അടുത്ത ആളുകൾക്ക് കഴിയുമെങ്കിൽ ഭക്ഷണം നിങ്ങൾ സൗകര്യപൂർവ്വം ഇടയ്ക്ക് ചെയ്തു കൊടുക്കുക. മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴൊക്കെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, സഹോദരങ്ങൾ ഇത് ചെയ്യുന്നത് ഇതിന് 3നും വലിയ അസറുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചര്യയിൽപ്പെട്ടതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വാലിഹായ സന്താനത്തെ അല്ലാഹു നൽകട്ടെ. അമലൊന്നുമില്ലാതെയുള്ള പ്രാർത്ഥനവില്ല, വഹബെന്നവർ പറയുന്നു ഞാൻ അതിനില്ല. അല്ലാഹു നമ്മളെ സ്വാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. 9 കേട്ടോ, ആദാബതിൽ ഇത് 9 എണ്ണേണ്ടതാ. ഹംദും സ്വലാത്തും കൊണ്ടു നീ തുടങ്ങേണ്ടതാ. ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് വേണം ദുആ തുടങ്ങാൻ. ഇന്നലെ നമ്മൾ ഫത്ഹുൽ മുഈനിലെ ഇബാറത്ത് വായിച്ച് നമ്മൾ പറഞ്ഞതാണ്, ദുആ തുടങ്ങുമ്പോൾ എന്ത് വേണം? ഹംദും സ്വലാത്തും വേണം. ദുആ അവസാനിപ്പിക്കുമ്പോൾ ഹംദും സ്വലാത്തും വേണം. ആമീൻ പറഞ്ഞ് അവസാനിപ്പിക്കണം. തീർന്നില്ല. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം എന്നുള്ളതാകുന്ന പ്രാർത്ഥന കൂടി കൊണ്ടുവരണം. അതൊക്കെ സുന്നത്താണ്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ എന്നുള്ള ആ ഒരു ദുആഉം നമ്മൾ കൊണ്ടുവരണം. അതിനൊക്കെ വലിയ ശ്രേഷ്ഠതയുള്ളതാണ്. 10 ലാസ്റ്റ് കേട്ടോ, 10ാമതായി വേണ്ടുന്ന ഒന്നാ തൗബ. ഇവ 10 മൊത്താൽ ഉത്തരം ലാ റൈബ. 10ാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തൗബ ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ അല്ലാഹു ഞങ്ങളുടെ എല്ലാവിധ പാപങ്ങളും നീ വിട്ടുപുറത്ത് അഫ്വ് ചെയ്യണേ അല്ലാഹ് എന്ന് നമ്മൾ ചോദിക്കുന്നത് കൊണ്ടാണ്. തൗബ ചെയ്യാതുള്ള പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കില്ല. അത് ശ്രദ്ധിക്കണം. അപ്പൊ ഈ 10 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ, അതിനിടയിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചു പോന്നാൽ തീർച്ചയായിട്ടും ഇജാബത്തുണ്ടാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞു ചന്ദനം പൊട്ടിട്ട് ഇരിക്കാൻ പാടില്ല, അങ്ങനെ ഇരുന്ന് ദ്വാരക്കാൻ പാടില്ല. ഒക്കെ വളരെ ശ്രദ്ധിക്കണം. പള്ളികളിലായിരുന്നാലും എവിടെയായിരുന്നാലും അത് പാടില്ല. നീ ചന്ദന പൂട്ടിരുന്നും കൊണ്ട് പ്രാർത്ഥിച്ചിടല്ലേ സോദര, വെറുപ്പുണ്ട്. പള്ളി കയറിയിട്ട് ഇങ്ങനെ കയറി കാലുമേൽ, ചിലര് കാല് കസേരമ്മ കയറി ഇരുന്നിട്ട് കാലിങ്ങനെ മേൾക്ക് കയറ്റി വെച്ചിരിക്കും. അതെവിടെയാണെങ്കിലും ഇരിക്കാൻ പാടില്ല. അത് നല്ലൊരു മര്യാദയുള്ള ഇരുത്തമല്ല. ചില ആൾക്കാരുണ്ട് വലിയ ഹോജാമാരാ, ഉസ്താദുമാരുടെ മുന്നിലാണെങ്കിലും 2 കാലുമേ കാലും കയറ്റി വെച്ചിരിക്കും. അതാണ് അവസ്ഥ. വലിയ ദീനിന്റെ അഹ്ലുകാരാണെന്നുള്ള ധാരണയാണ്. ഏറ്റവും വലിയ പടിജാഹിലാണ്, ജഹില് മുറക്കബാണ് അവൻ എന്നുള്ളത് ഉസ്താദുമാർ അതോടുകൂടി എഴുതി നെറ്റിയിലൊട്ടിക്കാൻ പോവാണ്. അതാണ് അവസ്ഥ. ചിലർക്കുള്ള പ്രാർത്ഥന രീതി നല്ല വിചിത്രമാ, മാന്തിച്ചൊറിഞ്ഞും കൊണ്ടു ആമീൻ മാത്രമാ. ഞാൻ നിർത്താൻ 2 വരി കൂടി കേട്ടോ. ചിലര് ദ്വാരക്കുമ്പോ ഇങ്ങനെ ആന്തി ചെറിഞ്ഞുണ്ട് ആമീൻ 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 എന്ന് പറയുന്നുണ്ട്. ചുമ്മാ ഈ ചൊറിച്ചിൽ മാത്രമേ ഉള്ളൂ. അല്ലാഹ് ശ്രദ്ധ മുഴുവൻ വേറെ എവിടെയാണ്. ഇതൊന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നുള്ള ചിന്തയില. ചിലർക്കുള്ള കൈ ഒന്നപ്പോഴും വീശയ്ക്കാ, ചിലരോ ദുആ ചെയ്യും കരം താടിക്കാ. ചിലരിങ്ങനെ മീശയുണ്ട്, ഇങ്ങനെ പിരിച്ചോണ്ട്
എല്ലാവരും ഇങ്ങനെ മീശ പിരിച്ചോണ്ടിരിക്കും, ഈശയിലിട്ടിട്ട് ചിലരുടെ കൈ ഇങ്ങനെ താടിക്ക് കൊടുത്തിട്ട് ഇങ്ങനെ ആമീൻ പറയുന്ന അവസ്ഥയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതുപോലെ അദബില്ലായ്മ ഇനിയുമുണ്ട്, ക്ഷമിക്കുന്ന റബ്ബിതുപോലെ പലതും കണ്ട്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഈ 10 അദബുകൾ കൃത്യമായി നിങ്ങൾ പഠിച്ചാൽ, അതനുസരിച്ചുകൊണ്ട് അമൽ ചെയ്താൽ, അതിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന കുറെ ലിംനായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചാൽ തീർച്ചയായും വിജയമുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ.